നിഷേധികളുടെ മക്ക. ഞങ്ങളും അബ്ദുമനാഫ് കുടുംബവും അന്തസ്സിനു വേണ്ടി മത്സരിച്ചു. തീർത്ഥാടകർക്ക് അവർ ഭക്ഷണം നൽകി, ഞങ്ങളും അത് ചെയ്തു. അവർ ദാനധർമ്മങ്ങൾ നൽകിയപ്പോൾ ഞങ്ങളും നൽകി. പൊതുകാര്യത്തിനു വേണ്ടി അവർ ത്യാഗങ്ങൾ ചെയ്തു, ഞങ്ങളും വിഷമങ്ങൾ സഹിച്ചു. അവരും ഞങ്ങളും വാഹനത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതുപോലും ഒരു മത്സരം പോലെയാകുമായിരുന്നു. അതിനിടയിൽ ഒരു പ്രവാചകൻ തങ്ങളിലുണ്ടെന്നും അദ്ദേഹത്തിന് ആകാശത്തു നിന്ന് ദിവ്യ സന്ദേശങ്ങൾ ലഭിക്കുന്നു എന്നും അവർ പറയുന്നു. അത്തരത്തിലൊന്ന് നമുക്ക് എങ്ങനെ ലഭിക്കാനാണ്? അല്ലാഹുവാണേ സത്യം, ഞാൻ അവരിലെ പ്രവാചകനെ ശരിവെക്കുകയില്ല, അംഗീകരിക്കുകയുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെക്കുറിച്ച് അബൂജഹലിന്റെ പ്രതികരണം ഇതായിരുന്നു: മുഹമ്മദ് സത്യവാനും വിശ്വസനുമാണ് എന്ന കാര്യത്തിൽ അറബികൾക്കിടയിൽ തർക്കമില്ല. തങ്ങൾക്കിടയിൽ ഒരു പ്രവാചകൻ വരാനിരിക്കുന്നു എന്ന കാര്യവും അവർക്കറിയാമായിരുന്നു. പക്ഷേ കിടമത്സരവും അസൂയയും സത്യപ്രവാചകനെ അംഗീകരിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു. അനുഗ്രഹീത കാവ്യസിദ്ധിയുള്ള കവിയായിരുന്നു ഉമയ്യത്ത് ബിൻ അബീ സുൽത്ത്. മരുഭൂമിയിലെ പ്രവാചകന്റെ ആഗമനത്തെക്കുറിച്ച് അദ്ദേഹം കവിതകൾ രചിച്ചു പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക ദൗത്യമേൽക്കുന്നത്. പക്ഷേ താൻ ആഗ്രഹിച്ച ദൈവിക ഉത്തരവാദിത്വം മറ്റൊരാൾക്ക് ലഭിച്ചതിൽ അസൂയാലുവായ ഉമയ്യത്ത് പ്രവാചകനെ തിരസ്കരിച്ചു. സമാനമായ നിലപാട് തന്നെയായിരുന്നു വലീദ് ബിൻ മുഗീറയുടേതും. സമ്പന്നനും പണ്ഡിതനുമായ അയാൾ പറഞ്ഞു: ഖുറൈശികളുടെ നേതാവായ ഞാനും സഖീഫ് ഗോത്രത്തലവനായ അബൂ മസൂദും ജീവിച്ചിരിക്കെ, ഞങ്ങൾ രണ്ടുപേരും രണ്ടു നഗരങ്ങളിൽ മഹത്തുക്കളായിരിക്കെ ദിവ്യ സന്ദേശം മുഹമ്മദിൽ നൽകപ്പെടുകയും പൈതൃക മതം കൈവെടിയുന്നതിലും വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നതിലുള്ള വിഷമത്തിലുമുപരി സാമൂഹിക ഉച്ചനീചത്വമായിരുന്നു പ്രമാണിവർഗത്തെ ദൈവദൂതനിൽ നിന്ന് അകറ്റിയത്. അളവറ്റ സ്വാധീന ശക്തിയുണ്ടായിരുന്ന അവർ പ്രവാചകനെതിരെ സമൂഹത്തെ പ്രകോപിപ്പിച്ചു. തിരുദൂതരുടെ കുടുംബകാരണവരും പിതൃ സഹോദരനുമായ അബൂ താലിബിനെ അവർ സമീപിക്കുകയുണ്ടായി. മുഹമ്മദിനെ പുതിയ ആശയ പ്രചാരണത്തിൽ നിന്ന് തടയുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകി വരുന്ന സംരക്ഷണം അവസാനിപ്പിക്കുകയോ ചെയ്യാൻ അബൂ താലിബിനോട് അവർ ആവശ്യപ്പെട്ടു. അവരുടെ ആവശ്യം അദ്ദേഹം നിരാകരിച്ചു. ഖുറൈശി നേതാക്കൾ ഈ ശ്രമം തുടർന്നു. മറ്റൊരിക്കൽ വലീദ് ബിൻ മുഗീറയുടെ ഒരു മകനെ പകരമായി സ്വീകരിക്കാനും മുഹമ്മദിനെ തങ്ങൾക്ക് വിട്ടുതരാനും അവർ അബൂ താലിബിനോട് ആവശ്യപ്പെട്ടു. എന്റെ മകനെ നിങ്ങൾക്ക് ഞാൻ കൊലക്ക് വിട്ടുതരികയും നിങ്ങളുടെ മകനെ ഞാൻ തീറ്റിപ്പോറ്റുകയും ചെയ്യുക. നല്ല കാര്യം. അബൂ താലിബ് അവരുടെ നിർദ്ദേശത്തെ പുച്ഛിച്ചു തള്ളി. മറ്റൊരിക്കൽ അവർ പറഞ്ഞു: അബൂ താലിബ്, അന്തസ്സും ആഭിജാത്യമുള്ള ആളാണ് താങ്കൾ. പ്രായവും പദവിയും താങ്കൾക്കുണ്ട്. താങ്കളുടെ സഹോദരപുത്രനെ തടയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പക്ഷേ താങ്കൾ അത് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ പൂർവിക വിശ്വാസത്തെയും ദേവന്മാരെയും അപമാനിക്കുന്നത് ഞങ്ങൾ ഇനി സഹിക്കില്ല. ഒന്നുകിൽ താങ്കൾ അവനെ തടയണം, അല്ലെങ്കിൽ രണ്ടിൽ ഒരു വിഭാഗം നശിക്കുന്നതുവരെ ഞങ്ങൾ താങ്കളോടും അവനോടും യുദ്ധം ചെയ്യും. അബൂ താലിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു കാര്യങ്ങൾ ധരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു: നീ എന്നെ രക്ഷിക്കണം, നിന്നെയും രക്ഷിക്കണം. എനിക്ക് താങ്ങാനാവാത്ത ഭാരം നീ എന്നിൽ അടിച്ചേൽപ്പിക്കരുത്. ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കാൻ മുസ്ലിങ്ങൾക്ക് അന്ന് സാധിക്കുമായിരുന്നില്ല. തികച്ചും ദുർബലരും എണ്ണത്തിൽ കുറഞ്ഞവരുമായിരുന്നു അവർ. ഒരു നിമിഷം ആലോചിച്ചു നിന്ന ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നിലപാട് വ്യക്തമാക്കി: എന്റെ പിതൃവ്യ, എന്റെ വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും അവർ വെച്ചു തന്നാൽ പോലും ഈ ദൗത്യത്തിൽ നിന്ന് വിരമിക്കാൻ എനിക്ക് സാധ്യമല്ല. ഒന്നുകിൽ അള്ളാഹു എന്നെ ഈ ഉദ്യമത്തിൽ വിജയിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ ഈ മാർഗത്തിൽ നാമാവശേഷമാകും. സഹോദരപുത്രന്റെ ഉറച്ച നിലപാടിനെ അബൂ താലിബ് മനസ്സാ പ്രശംസിച്ചു. പുതിയ മതം അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊള്ളാനും അതിനുവേണ്ടി പോരാടാനും തന്നെ അദ്ദേഹം തീരുമാനിച്ചു. ഹാഷിം കുടുംബത്തെ വിളിച്ച് അദ്ദേഹം വിഷയം അവതരിപ്പിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവർ അത് സ്വീകരിച്ചു. ഖുറൈശി നേതാക്കൾക്ക് അബൂ താലിബ് പിന്നീട് മറുപടി നൽകി: ഹാഷിം കുടുംബത്തിലെ മുഴുവൻ പുരുഷന്മാരും മുഹമ്മദിന് ചുറ്റും മരണപ്പെട്ടു വീഴുന്നതുവരെ ഞങ്ങൾ അവന് സംരക്ഷണം നൽകും. കുടുംബ സംരക്ഷണവും വ്യക്തിഗത സംരക്ഷണവും മക്കയിൽ അലിഖിത നിയമങ്ങളായിരുന്നു. ഇവയുടെ തണലിൽ പ്രവാചകനും മുസ്ലിങ്ങളും ഒരു പരിധിവരെ മക്കയിൽ സുരക്ഷിതരായി കഴിഞ്ഞുകൂടി. അവഹേളനങ്ങളും പീഡനങ്ങളും ഉണ്ടായെങ്കിലും അവരുടെ ജീവൻ അപകടപ്പെടുത്താൻ ആരും ധൈര്യപ്പെട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെയും മറ്റു ചില അനുയായികൾക്കും നേരെ ആക്രമണങ്ങളുണ്ടായ സന്ദർഭങ്ങളിൽ
അവരുടെ കുടുംബങ്ങൾ പ്രത്യാക്രമണത്തിന് മുതിർന്ന ധാരാളം സംഭവങ്ങളുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലപ്പെട്ടു എന്ന് ഒരിക്കൽ മക്കയിൽ പ്രചാരണമുണ്ടായി. അർക്കമിന്റെ വീട്ടിൽ താമസിച്ച് പ്രവാചകൻ രഹസ്യപ്രവർത്തനം നടത്തുന്ന സമയമായിരുന്നു അത്. വിവരമറിഞ്ഞ സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു മക്കയിലെ തെരുവുകളിലൂടെ ഊരിപ്പിടിച്ച വാളുമായി ഓടി നടന്ന് താൻ കേട്ട വിവരം ശരിയാണെങ്കിൽ ഖുറൈശികളുടെ തല കൊയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. പട്ടണത്തിൽ നിന്ന് അല്പം അകലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം കണ്ടുമുട്ടി. പോരിനൊരുങ്ങി നടക്കുന്ന സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് തിരുമേനി കാര്യം തിരക്കി. അദ്ദേഹം സംഭവം വിവരിച്ചു. അത് കേട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബൈർ റളിയല്ലാഹു അൻഹുവിനു വേണ്ടിയും അദ്ദേഹത്തിന്റെ വാളിന്റെ വിജയത്തിനു വേണ്ടിയും പ്രാർത്ഥിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ഉടനെ പരസ്യമായി കഅബയിലേക്ക് പോകാൻ അദ്ദേഹം മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ചു. അർക്കമിന്റെ വീട്ടിൽ ഒതുങ്ങിക്കഴിയുകയായിരുന്ന അവർ ഉമർ റളിയല്ലാഹുവിന്റെ നിർദ്ദേശം പ്രവാചകനും അംഗീകരിച്ചു. 2 വരികളിലായി മുസ്ലിങ്ങൾ പുണ്യ ദേവാലയത്തിനു നേരെ നടന്നു. ഒരു വരിയുടെ മുമ്പിൽ ഊരിപ്പടിച്ച വാളുമായി ഉമർ റളിയല്ലാഹു അൻഹു, മറ്റേതിനു മുമ്പിൽ ഹംസ റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടുവിൽ. തക്ബീറും ഷഹാദത്തും ഉറക്കെ ഉറക്കെ മുഴക്കിക്കൊണ്ട് ആ സംഘം കഅബയെ തവാഫ് ചെയ്തു തുടങ്ങി. ഖുറൈശികൾ വിഷണ്ണരായി നോക്കി നിന്നു. അബൂ താലിബിന്റെ മരണശേഷം ഖുറൈശികളുടെ മർദ്ദനങ്ങൾക്ക് ശക്തി കൂടി. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുയുടെ നേതൃത്വത്തിൽ ഹാഷിം കുടുംബം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം തുടർന്നെങ്കിലും അത് ശക്തമായിരുന്നില്ല. വിവിധ ഗോത്ര നേതാക്കളെ സമീപിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്കും ഇസ്ലാമിനും സംരക്ഷണമേകാൻ അവർ തയ്യാറുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു. ത്വായിഫിലെ സഖീഫ് ഗോത്രക്കാർ തിരുമേനിയെ അപമാനിച്ചു തിരിച്ചയച്ചു. തിരിച്ചു മക്കയിൽ പ്രവേശിക്കാൻ മുത്താഇബിനു സയ്യിദ് എന്ന വ്യക്തിയുടെ സംരക്ഷണം അദ്ദേഹം ആവശ്യപ്പെട്ടു. മുത്തായിമും പുത്രന്മാരും ആയുധമണിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലേക്ക് ആനയിച്ചു. ഖുറൈശികൾ ചോദിച്ചു, ഹേ മുത്തഈം, നീ മുഹമ്മദിന്റെ അനുയായിയോ അതോ അംഗരക്ഷകനോ? മുത്തഈം പറഞ്ഞു, ഞാൻ സംരക്ഷകൻ മാത്രമാണ്. എന്നാൽ താങ്കളുടെ തീരുമാനത്തെ ഞങ്ങൾ അത് അംഗീകരിക്കുകയില്ല. ഖുറൈശികൾ പ്രതികരിച്ചു. ഹജ്ജിന്റെ സമയം മീനായിലെ വിവിധ കൂടാരങ്ങളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കയറിയിറങ്ങി. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവും കൂടെയുണ്ടായിരുന്നു. കുലീനത സ്ഫുരിക്കുന്ന ഒരു വിഭാഗം അറബികൾ താമസിക്കുന്ന സ്ഥലത്ത് അവർ എത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ഏത് ഗോത്രക്കാരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ റബീഅ ഗോത്രക്കാരാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, റബീഅ ഗോത്രത്തിൽ നിങ്ങൾ ഏത് വിഭാഗക്കാരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ ഷൈബ ഇബ്നു സഅലബയുടെ കുടുംബമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ മാതാപിതാക്കൾ, അങ്ങയിൽ അർപ്പണം. ഇവരെക്കാൾ ഉയർന്നവർ ഇവരുടെ സമൂഹത്തിൽ മറ്റാരുമില്ല. കൂട്ടത്തിൽ മഫ്രൂഖ് ബിനു അംർ എന്ന വ്യക്തിയുമായി അബൂബക്കർ റളിയല്ലാഹു അൻഹു സംസാരം തുടങ്ങി. അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ ജനസംഖ്യ എത്രയാണ്? മഫ്രൂഖ് പറഞ്ഞു, ഞങ്ങൾ 1000-ൽ കൂടുതലുണ്ട്. മറ്റുള്ളവർക്ക് കീഴടങ്ങേണ്ടി വരുന്ന കുറഞ്ഞ ഒരു എണ്ണമൊന്നുമല്ല അത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവരുടെ സുരക്ഷിതത്വത്തിനുള്ള മാർഗം എന്താണ്? മഫ്രൂഖ് പറഞ്ഞു, ഞങ്ങൾ എപ്പോഴും ജാഗരൂകരും സമരസന്നദ്ധരുമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, നിങ്ങളുടെയും ശത്രുക്കളുടെയും ഇടയിലുള്ള യുദ്ധങ്ങളുടെ രൂപമെന്താണ്? മഫ്രൂഖ് പറഞ്ഞു, യുദ്ധക്കളത്തിൽ ഞങ്ങളുടെ അംഗക്കലിക്ക് അതിരില്ല. ഞങ്ങളുടെ പോരാട്ടം ഭീകരമാണ്. പോർക്കുതിരകൾക്കു ഞങ്ങളുടെ സന്താനങ്ങളെക്കാളും ആയുധങ്ങൾക്കു ഞങ്ങൾ കറവമൃഗങ്ങളെക്കാളും വില കൽപ്പിക്കുന്നു. സഹായവും വിജയവും അല്ലാഹുവിൽ നിന്നാണ്. ചിലപ്പോൾ ഞങ്ങൾ വിജയിക്കാം, ചിലപ്പോൾ ഞങ്ങൾ പരാജയപ്പെടുകയും ചെയ്യും. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർക്ക് പ്രവാചകനെ പരിചയപ്പെടുത്തി കൊടുത്തു. തിരുമേനിയോട് അവർ ആഗമനോദ്ദേശം ചോദിച്ചു. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അല്ലാതെ ആരാധന ചെയ്യപ്പെടേണ്ട മറ്റൊന്നുമില്ല എന്ന ആദർശത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. നിങ്ങൾ എനിക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും നൽകുക. എന്നെ സഹായിക്കാൻ നിങ്ങൾ സന്നദ്ധരാവുകയും ചെയ്യുക. ദീർഘമായ സംസാരത്തിനൊടുവിൽ അവർ പറഞ്ഞു, ഖുറൈശി സഹോദര, താങ്കളുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടു, അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഒരു തീരുമാനമെടുക്കുന്നത് ശരിയല്ല. ഇപ്പോൾ നമുക്ക് പിരിയാം. ഞങ്ങൾ ആലോചിക്കട്ടെ, താങ്കളും ആലോചിക്കുക. ആ സംഘത്തിൽ നിന്ന്
മുസന്ന ബിനു ഹാരിസ് ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു. ഞങ്ങൾ താമസിക്കുന്ന പ്രദേശം യമാമ മലയിടുക്കും സമാമ മലയിടുക്കും കൂടിച്ചേർന്നതാണ്. ഒന്ന് അറേബ്യൻ മരുഭൂപ്രദേശവും മറ്റേത് ഫലഭൂയിഷ്ടമായ പേർഷ്യൻ ഭാഗവുമാണ്. പുതിയ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഇടം നൽകുകയില്ല എന്ന് കിസ്റയുമായി ഞങ്ങൾ കരാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് താങ്കളുടെ കാര്യത്തിൽ പേർഷ്യൻ രാജാക്കന്മാർക്കു ഞങ്ങൾക്ക് അനിഷ്ടമുണ്ടാക്കാൻ ഇടയുണ്ട്. കുറ്റക്കാർക്കു മാപ്പു നൽകുക എന്ന അറേബ്യൻ സ്വഭാവം പേർഷ്യയിലില്ല. അതിനാൽ അറേബ്യൻ ഭാഗത്ത് താങ്കളെ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. പക്ഷേ പേർഷ്യൻ പ്രദേശത്ത് താങ്കളെ ഉത്തരവാദിത്തം ഏൽക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റു. തിരുമേനി പറഞ്ഞു, നിങ്ങൾ സത്യമാണ് പറഞ്ഞത് എങ്കിൽ മറുപടി തിരക്കേടില്ല. പക്ഷേ അള്ളാഹുവിന്റെ സുരക്ഷിതത്വം ഏത് ഭാഗത്തും ലഭ്യമായവർക്കേ ഈ മതത്തിൽ നിലയുറപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. പേർഷ്യക്കാരെക്കുറിച്ചു റബീഅ ഗോത്രത്തിനുള്ള ആശങ്കയും ഇസ്ലാമും തമ്മിൽ ഒരുമിച്ച് പോവുകയില്ല എന്ന് സൂചിപ്പിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് വിട പറയുകയായിരുന്നു. തുടർന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്രിബിൽ നിന്ന് വന്ന ഔസ്, ഖസ്റജി എന്നീ 2 ഗോത്രക്കാർ താമസിച്ചിരുന്ന താവളത്തിലെത്തി. അവരിൽ ചിലർ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി. പ്രവാചകന്റെ കൈപിടിച്ച് അവർ അനുസരണ പ്രതിജ്ഞ ചെയ്തു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹിജ്റ. യസ്രിബിൽ നിന്ന് അടുത്ത വർഷം ഹജ്ജിന് വന്ന സംഘത്തിൽ 75 പേർ മുസ്ലിങ്ങളായിരുന്നു. 73 പുരുഷന്മാരും 2 സ്ത്രീകളും. അവരിൽ അധിക പേരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുപോലുമില്ല. ദേവദൂതരെ ഒരു നോക്ക് കാണുവാനുള്ള അതീവ മോഹവുമായാണ് യസ്രിബിൽ നിന്ന് ആ സംഘം വന്നത്. നേതാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കണ്ടു. ഹജ്ജ് കഴിഞ്ഞ് 2-ാം ദിവസം അർദ്ധരാത്രി അഖബയിൽ ഒരുമിച്ചിരിക്കാം എന്നവർ നിശ്ചയിച്ചുറപ്പിച്ചു. മക്കക്കാരോ യസ്രിബിൽ നിന്ന് വന്ന ബഹുദൈവ ആരാധകരോ ഈ കൂടിക്കാഴ്ചയുടെ വിവരം അറിയാതിരിക്കാൻ അതീവ രഹസ്യമായാണ് കൂടിക്കാഴ്ച സംഘടിപ്പിച്ചത്. നിശ്ചിത ദിവസം രാത്രി 1/3 പിന്നിട്ട സമയം 75 പേരും കൂടെയുള്ളവരെ ഉണർത്താതെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി. കുറ്റിച്ചെടികളുടെ മറ പിടിച്ച് തെന്നി അവർ അഖബയുടെ കുന്നിൻ ചെരുവിൽ നിശബ്ദരായി ഒരുമിച്ചുകൂടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവും കാത്തിരിക്കുകയായിരുന്നു. പിതൃവിൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എത്തി. ഉപചാരങ്ങൾക്ക് ശേഷം അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസാരിച്ചു. ഔസ്, ഖസ്റജ് കുടുംബങ്ങളെ, ഇദ്ദേഹം എന്റെ സഹോദരപുത്രനാണ്. മറ്റാരേക്കാളും എനിക്ക് പ്രിയങ്കരനുമാണ്. നിങ്ങൾ ഇദ്ദേഹത്തെ വിശ്വസിക്കുകയും ഇദ്ദേഹത്തെ നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു എങ്കിൽ ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇദ്ദേഹത്തെ കബളിപ്പിക്കരുത്, അദ്ദേഹത്തെ അവഹേളിക്കരുത്. നിങ്ങളുടെ അയൽവാസികൾ ജൂതന്മാരാണ്. അവരുടെ വഞ്ചനയെ ഞാൻ ഭയപ്പെടുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളെ സംശയദൃഷ്ട്യാ കണ്ടതിൽ യസ്രിബുകാർക്ക് നീരസം തോന്നി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, ദൈവദൂതരെ, ഓരോ ആശയത്തിനും ഓരോ ശൈലിയുണ്ട്. ചിലത് കടുപ്പമേറിയതും മറ്റു ചിലത് ലളിതവുമാകാം. പ്രയാസമേറിയ കാര്യങ്ങളിലേക്കാണ് താങ്കൾ ഞങ്ങളെ ക്ഷണിച്ചത്. ഞങ്ങളുടെ പഴയ മതത്തെയും ദൈവങ്ങളെയും ഉപേക്ഷിക്കാൻ താങ്കൾ പറഞ്ഞു. ഞങ്ങളത് സ്വീകരിച്ചു. ഞങ്ങളുടെ കുടുംബങ്ങളെയും അയൽവാസികളെയും ഉപേക്ഷിക്കാൻ താങ്കൾ പറഞ്ഞു. പ്രയാസകരമെങ്കിലും ഞങ്ങൾ അതും സ്വീകരിച്ചു. ഞങ്ങളുടെ സമൂഹം പ്രതാപത്തിലും പ്രശസ്തിയിലും മുൻപന്തിയിലാണ്. ഞങ്ങൾ അഭയം നൽകിയവർക്കെതിരെ പ്രവർത്തിക്കാൻ ഞങ്ങളുടെ മുമ്പിൽ ഒരുത്തനും ധൈര്യപ്പെടുകയില്ല. സ്വന്തം സമൂഹം പോലും കൈവെടിഞ്ഞ വ്യക്തിക്ക് അഭയം നൽകുക എന്ന പ്രയാസകരമായ കാര്യമാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. ജനങ്ങൾക്ക് ഇത് പ്രയാസകരമായിരിക്കാമെങ്കിലും അള്ളാഹുവിന്റെ മാർഗദർശനവും നന്മയും ഉൾക്കൊണ്ടവർക്ക് ഇത് ലളിതമാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ കൊണ്ടും നാവുകൾ കൊണ്ടും കരങ്ങൾ കൊണ്ടും താങ്കളിൽ വിശ്വസിച്ചിരിക്കുന്നു. താങ്കളോടും നമ്മുടെ എല്ലാം രക്ഷകനായ അള്ളാഹുവിനോടും ഞങ്ങളിതാ കരാർ ചെയ്യുന്നു. അങ്ങയുടെ രക്തം കാക്കുന്നതിന് രക്തമൊഴുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഞങ്ങൾ താങ്കളുടെ സംരക്ഷണത്തിനും സേവനത്തിനുമായി സമർപ്പിക്കുന്നു. ഭാര്യമാരെയും സന്താനങ്ങളെയും സ്വന്തം ശരീരത്തെയും സംരക്ഷിക്കുന്നത് പോലെ താങ്കളെയും ഞങ്ങൾ സംരക്ഷിക്കും. ഈ കരാർ പൂർത്തീകരണം അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടിയും അതിന്റെ ലംഘനം അള്ളാഹുവോടുള്ള വഞ്ചനയുമായിരിക്കും. ഞങ്ങൾ ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. അള്ളാഹുവാണ് സഹായി. യസ്രിബുകാർ ഓരോരുത്തരായി പ്രവാചകന്റെ കരം ഗ്രഹിച്ച് കരാർ ചെയ്യാനായി മുന്നോട്ട് വന്നു. അവരുടെ നേതാവ് അബ്ബാസ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു കാര്യത്തിന്റെ ഗൗരവം വീണ്ടും അവരെ ഓർമ്മിപ്പിച്ചു. ഈ മനുഷ്യനുമായി നിങ്ങളിപ്പോൾ ഏർപ്പെടാൻ പോകുന്ന ഉടമ്പടി എത്രത്തോളം ഫലമുളവാക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാം.
ചെമന്നവരും കറുത്തവരുമായ മുഴുവൻ മനുഷ്യരുമായി യുദ്ധത്തിലേർപ്പെടാൻ കാരണമായേക്കാവുന്ന കൃത്യമാണ് നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ സമ്പത്ത് നശിക്കുകയും സന്താനങ്ങളും നേതാക്കളും വധിക്കപ്പെടുകയും ചെയ്തേക്കാം. ആ സമയം ഇദ്ദേഹത്തെ നിങ്ങൾ കൈവെടിയുമെങ്കിൽ അത് ഇപ്പോൾ തന്നെ ചെയ്യുകയാണ് നല്ലത്. ഇഹത്തിലും പരത്തിലും നിങ്ങൾക്ക് നഷ്ടം തന്നെയായിരിക്കും. സമ്പത്തുകളും സന്താനങ്ങളും നേതാക്കളും നഷ്ടപ്പെട്ടാലും കരാർ പാലിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ നമുക്ക് കൊണ്ടുപോകാം. ഇഹത്തിലും പരത്തിലും നിങ്ങൾക്കത് നേട്ടമായിരിക്കും. അദ്ദേഹത്തിന്റെ ജനത ചോദിച്ചു, ദൈവദൂതരെ, ഞങ്ങൾ കരാർ പാലിച്ചാൽ ഞങ്ങൾക്കുള്ള പ്രതിഫലം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വർഗമായിരിക്കും നിങ്ങളുടെ പ്രതിഫലം. അത് കേട്ട ജനം ഒന്നടങ്കം പറഞ്ഞു, ദൈവദൂതരെ, ഞങ്ങൾക്കതു മതി, താങ്കൾ കൈകൾ നീട്ടിയാലും. മറ്റാരും കാണുന്നില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ നടന്ന ഈ സംഭവം ഖുറൈശികളിൽ ഒരുത്തൻ കാണുന്നുണ്ടായിരുന്നു. ഉടമ്പടി പൂർത്തിയായ ഉടനെ അവൻ അട്ടഹസിച്ചു, ഖുറൈശികളെ, മുഹമ്മദും കൂട്ടരും ഇതാ യുദ്ധത്തിന് വട്ടം കൂട്ടുന്നു. യസ്രിബുകാരുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഈ കരാറിന് ആത്മീയ പ്രാധാന്യം മാത്രം കൽപ്പിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും സാധിക്കുമായിരുന്നില്ല. കേവലം ഒരു താമസമാറ്റത്തിനുള്ള ഒരുക്കമായും അതിനെ കാണാൻ ഖുറൈശികൾക്ക് കഴിഞ്ഞില്ല. കരാറിന്റെ നിജസ്ഥിതി അറിയാൻ അവർ ഖസ്റജുകാരെ സമീപിച്ചു. ബിംബാരാധകരായ ഖസ്റജ് നേതാക്കൾക്ക് സംഭവത്തെക്കുറിച്ച് ഒരു സൂചനയുമില്ലായിരുന്നു. സംഭവം അവർ പൂർണ്ണമായി നിഷേധിച്ചു. യസ്രിബുകാർ മക്ക വിടുന്നതുവരെ വാർത്ത സ്ഥിരീകരിക്കാൻ ഖുറൈശികൾക്ക് സാധിച്ചില്ല. വിവരം ശരിയാണെന്നറിഞ്ഞപ്പോൾ അവർ ജാഗരൂകരായി നിലകൊണ്ടു. മുസ്ലിങ്ങളോട് യസ്രിബിലേക്ക് പലായനം ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. ഖുറൈശികളുടെ ശ്രദ്ധയിൽപ്പെടാതെ കൊച്ചു കൊച്ചു സംഘങ്ങളായി അവർ പുറപ്പെട്ടു. അധികം താമസിയാതെ ഈ നീക്കങ്ങൾ ഖുറൈശികൾ മനസ്സിലാക്കി തടയാൻ അവർ രംഗത്ത് വന്നു. സാധ്യമായവരെ തടഞ്ഞു. വഴിയിൽ വെച്ച് ചിലരെ ബന്ധുക്കൾ തടവിലിട്ടു. എന്നാലും ഒഴുക്ക് തടയാൻ ഖുറൈശികൾക്ക് സാധിച്ചില്ല. ചെയ്തതിൽ അപ്പുറം പോകാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. കൊലപാതകങ്ങൾ ഗോത്രയുദ്ധങ്ങളിലേക്ക് ഇട നൽകും എന്നവർ ഭയപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോഴും മക്കയിൽ തന്നെ തങ്ങി. തിരുമേനിയുടെ ഉദ്ദേശമെന്താണെന്ന് ഖുറൈശികൾക്ക് പിടികിട്ടിയില്ല. യസ്രിബിലെ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. മക്കയിൽ നിന്ന് ചെന്നു ചേർന്നവർ കൂടിയായപ്പോൾ അവർ കൂടുതൽ ശക്തരായിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടി അവിടെ എത്തിയാൽ അപകട സാധ്യത 10 മടങ്ങാകും. മക്കയെ അവർ തകർക്കുകയോ കച്ചവട മാർഗങ്ങൾ അടച്ചു ഉപരോധിക്കുകയോ ചെയ്തേക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ തന്നെ തങ്ങിയാലും കുഴപ്പമാണ്. അദ്ദേഹത്തിനെതിരെ അതിക്രമണങ്ങൾ ഉണ്ടായാൽ യസ്രിബുകാർ നോക്കി നിൽക്കുകയില്ല. ഖുറൈശികൾ ആലോചനായോഗം ചേർത്തു. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ തന്നെ തീരുമാനമായി. അതിനുള്ള തന്ത്രങ്ങളും അവർ ആവിഷ്കരിച്ചു. ഖുറൈശികളുടെ ആശങ്കകളും തീരുമാനവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞിരുന്നു. പാലായനത്തിനുള്ള ദൈവകൽപ്പന കാത്തിരിക്കുകയായിരുന്നു പ്രവാചകൻ. തങ്ങളുടെ നിഷേധത്തിന്റെയും ചെയ്തികളുടെയും ഭവിഷ്യത്തിനെ കുറിച്ചുള്ള താക്കീതുകൾ ബഹുദൈവാരാധകരെ സ്വാധീനിച്ചില്ല. അങ്ങനെ ഒരു ശിക്ഷയുണ്ടെങ്കിൽ അത് ഉടനെ വരട്ടെ എന്ന് അവർ വെല്ലുവിളിച്ചു. അല്ലാഹുവിന്റെ പ്രതികരണം വിശുദ്ധ ഖുർആന്റെ വരികളിലൂടെ. ദൂതന്മാരായ നമ്മുടെ അടിയാന്മാർക്കായി നമ്മുടെ വചനങ്ങൾ മുമ്പേ വന്നു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അവർ തന്നെയാണ് സഹായിക്കപ്പെടുന്നവർ. തീർച്ചയായും നമ്മുടെ സൈന്യം തന്നെയാണ് വിജയികൾ. ആയതിനാൽ ഒരവധി വരെ താങ്കൾ അവരിൽ നിന്നും മാറി നിൽക്കുക. താങ്കൾ അവരെ നിരീക്ഷിക്കുക, അവരും നിരീക്ഷിക്കട്ടെ. നമ്മുടെ ശിക്ഷയ്ക്ക് വേണ്ടിയാണോ അവർ ധൃതി കൂട്ടുന്നത്? എന്നാൽ അത് അവരുടെ അങ്കണങ്ങളിൽ വന്നിറങ്ങിയാൽ മുന്നറിയിപ്പ് നൽകപ്പെട്ടവരുടെ ആ പ്രഭാതോദയം ക്ലേശകരം തന്നെ. ആയതിനാൽ ഒരവധി വരെ താങ്കൾ അവരിൽ നിന്നും മാറി നിൽക്കുക, താങ്കൾ നിരീക്ഷിക്കുക, അവരും നിരീക്ഷിക്കട്ടെ. ഖുറൈശികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളഞ്ഞിരിക്കുകയായിരുന്നു. കണ്ണിൽ എണ്ണയൊഴിച്ച് അവർ കാത്തു നിൽക്കെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നിറങ്ങി. തിരുമേനിയുടെ കിടപ്പ് സ്ഥലത്ത് അലി റളിയല്ലാഹു അൻഹു കിടന്നു. ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോടൊപ്പം യസ്രിബിലെത്തി. പോരാട്ടത്തിന്റെ മനഃശാസ്ത്രം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടെ യസ്രിബിന്റെ സാമൂഹിക മുഖച്ഛായ മാറി. പ്രവാചകന്റെ നഗരി എന്ന അർത്ഥത്തിൽ മദീന എന്ന് അത് പുനർനാമകരണം ചെയ്യപ്പെട്ടു. മക്കയിൽ നിന്നെത്തിയവർ മുഹാജിറുകൾ എന്ന പേരിലും മദീനക്കാർ അൻസാറുകൾ എന്ന പേരിലും 2 സമൂഹങ്ങളായിരുന്നു. എങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കുടുംബങ്ങളോടൊപ്പം ഇഴചേർത്ത് നിർത്തി. രക്തബന്ധത്തെക്കാൾ ദൃഢമായ ഒരു ബാന്ധവം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. പോരാട്ടത്തിന്റെ മനസ്സുള്ളവരാണ് അറബികൾ. ആർക്കും ഒതുങ്ങിക്കൊടുക്കുന്ന സ്വഭാവം അവരിലില്ല. മക്കയിൽ നിന്ന് വിടവാങ്ങേണ്ടി വന്നതിന്റെ ദുഃഖം അവരുടെ മനസ്സുകളെ വല്ലാതെ മുറിവേൽപ്പിച്ചു. പുണ്യ ദേവാലയമായ കഅബയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് അവർക്ക് സഹിക്കാനാവുമായിരുന്നില്ല. മക്കയിൽ അവശേഷിച്ച തങ്ങളുടെ ബന്ധുക്കളെ ഖുറൈശികൾ പീഡിപ്പിക്കുന്നുണ്ട് എന്ന വിവരം
അവരെ രോക്ഷാകുലരാക്കി. യുദ്ധം ചെയ്യാൻ അനുമതിക്കു വേണ്ടി അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ടിരുന്നു. യുദ്ധത്തെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കുന്ന സൂറത്തുൽ ഹജ്ജിലെ 39-40 ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടു. അതിക്രമം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന കാരണത്താൽ തന്നെ യുദ്ധത്തിനിരയാകുന്നവർക്ക് തിരിച്ചടിക്കാൻ അള്ളാഹു അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. അവരെ സഹായിക്കുന്ന കാര്യത്തിൽ അള്ളാഹു കഴിവുള്ളവനാണ് താൻ. അള്ളാഹുവാണ് താങ്കളുടെ നാഥൻ എന്ന് പറയുന്നത് കൊണ്ട് മാത്രം വീടുകളിൽ നിന്ന് അന്യായമായി പുറത്താക്കപ്പെട്ടവർ, ജനങ്ങളിൽ ഒരു കൂട്ടരെ മറ്റൊരു കൂട്ടരാൽ തടയുക എന്ന ദൈവിക നയം നിലവിലില്ലായിരുന്നുവെങ്കിൽ ദൈവനാമം ഉച്ചരിക്കപ്പെടുന്ന മഠങ്ങളും ജൂത ക്രൈസ്തവ ദേവാലയങ്ങളും പള്ളികളും അമ്പേ തകർക്കപ്പെടുമായിരുന്നു. തീർച്ചയായും തന്നെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. ശക്തനും പ്രതാപിയും തന്നെയാണ് അള്ളാഹു. യുദ്ധാനുമതി സംബന്ധിച്ച ആശങ്കകൾ ദൂരീകരിച്ചു എന്നതിനു പുറമെ ശത്രുക്കൾക്കെതിരെ വിശ്വാസികളുടെ കൈകൾ ബന്ധിക്കുക എന്ന നയം ഒരു കാലത്തും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. വിശ്വാസി സമൂഹങ്ങളാൽ ശത്രുവിനെ തടയുക എന്നതാണ് ദൈവിക നയമെന്നും ശത്രുവിനെതിരെയുള്ള പോരാട്ടം അള്ളാഹുവിനെ സഹായിക്കുന്നതിന് തുല്യമാണെന്നും അതിക്രമണങ്ങൾക്കിരയായവർക്കും ദൈവിക മാർഗത്തിൽ പോരാടുന്നവർക്കും എക്കാലത്തും തന്റെ സഹായമുണ്ടാകുമെന്നും ഈ വചനങ്ങളിലൂടെ അള്ളാഹു വ്യക്തമാക്കി. ഈ നിലപാട് വ്യക്തമാക്കലിനെ തുടർന്ന് ശത്രുവിനോട് പോരാടാൻ ആജ്ഞാപിക്കുന്ന കൽപ്പനകളും ഇത്തരം പോരാട്ടങ്ങൾ വിശ്വാസിയുടെ മേൽ നിർബന്ധ നിയമമാണെന്ന് ദ്യോതിപ്പിക്കുന്ന വചനങ്ങളും നിരന്തരം വന്നു തുടങ്ങി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 190-194, സൂറത്തുൽ അൻഫാൽ 13-14, സൂറത്തുൽ ബഖറ 216 എന്നീ ആയത്തുകൾ നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാം. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് ദൈവമാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. നിങ്ങൾ പരിധി വിടുകയും ചെയ്യരുത്. പരിധി ലംഘിക്കുന്നവരെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. യുദ്ധസജ്ജരായി അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് നിങ്ങൾ അവരെ വധിക്കുക. നിങ്ങളെ പുറത്താക്കിയിടത്തു നിന്ന് അവരെയും നിങ്ങൾ പുറത്താക്കുക. പീഡനം കൊലയേക്കാൾ കഠിനമായതാണ്. പുണ്യ ദേവാലയത്തിനു സമീപം നിങ്ങളോട് അവർ യുദ്ധം ചെയ്യുന്നതുവരെ അവിടെ നിങ്ങൾ യുദ്ധം ചെയ്യരുത്. നിങ്ങളോട് അവർ ഏറ്റുമുട്ടുകയാണെങ്കിലോ അവരെ നിങ്ങൾ വധിക്കുക. നിഷേധികൾക്കുള്ള പ്രതിഫലം അതാണ്. അവർ പിന്മാറുകയാണെങ്കിൽ നിശ്ചയം ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അള്ളാഹു. പീഡനങ്ങൾ അവസാനിക്കുകയും മതം ദൈവത്തിനു വേണ്ടിയാവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് പോരാടുക. അവർ പിന്മാറുകയാണെങ്കിൽ അക്രമികൾക്കെതിരെയല്ലാതെ കയ്യേറ്റമില്ല. പുണ്യമാസത്തിനു പകരം പുണ്യമാസം തന്നെ വിലക്കപ്പെട്ടതിലും പ്രതിക്രിയയുണ്ട്. നിങ്ങളോട് അതിക്രമം പ്രവർത്തിച്ചവരോട് തത്തുല്യമായി നിങ്ങളും അതിക്രമം കാണിക്കുക. അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. നിശ്ചയം സൂക്ഷ്മാലുക്കളുടെ കൂടെയാണ് അള്ളാഹു. നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. നിങ്ങളുടെ കൈകളാൽ അള്ളാഹു അവരെ ശിക്ഷിക്കും. അവരെ അവൻ അപമാനിക്കുകയും അവർക്കുമേൽ നിങ്ങളെ അവൻ സഹായിക്കുകയും വിശ്വാസി സമൂഹത്തിന്റെ ഹൃദയവേദകൾക്ക് ശമനം നൽകുകയും ചെയ്യും. തങ്ങളുടെ വിശ്വാസ്യത ലംഘിക്കുകയും ദൈവദൂതരെ നാടുകടത്താൻ മുതിരുകയും ചെയ്തവരോട് എന്തുകൊണ്ട് നിങ്ങൾക്ക് യുദ്ധം ചെയ്തുകൂടാ? ശത്രുത ആദ്യം തുടങ്ങിവെച്ചതും അവരാണല്ലോ. അവരെ നിങ്ങൾ ഭയപ്പെടുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ഭയപ്പെടാൻ അർഹനായവൻ അല്ലാഹുവത്രേ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ മേൽ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് അനിഷ്ടമില്ല എന്നിരിക്കെ തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് അന്തിമമായി ഗുണകരമായിരിക്കെ നിങ്ങൾ അതിനെ വെറുത്തേക്കാം. മറ്റൊരു കാര്യം അന്തിമമായി നിങ്ങൾക്ക് ഉപദ്രവമായിരിക്കെ തന്നെ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തേക്കാം. ഏറ്റവും നന്നായി അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. നിങ്ങളാകട്ടെ അറിവില്ലാത്തവരുമാണ്. ഈ അർത്ഥത്തിൽ അനേകം വചനങ്ങളിൽ ചിലതു മാത്രമാണ് ഇവ. ഇസ്ലാമിനു മുമ്പുള്ള അന്ധമായ ജീവിതത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്നവരാണ് അറബികൾ. അനാവശ്യമായ ആ രക്തച്ചൊരിച്ചിലുകൾക്ക് ഇസ്ലാം വിരാമമിട്ടു. നമസ്കാരവും ദാനധർമ്മങ്ങളുമായി അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു നന്മയിൽ കേന്ദ്രീകരിപ്പിച്ചു. പിന്നീട് അതേ നന്മയ്ക്കു വേണ്ടി പോരാട്ടങ്ങളിലേക്ക് അള്ളാഹു അവരെ ക്ഷണിച്ചപ്പോൾ ചിലർക്കെങ്കിലും അങ്കലാപ്പുണ്ടായി. ദുർബലരും നിസ്സാരന്മാരുമായ തങ്ങൾ യുദ്ധങ്ങൾക്കിറങ്ങിയാൽ നാശമടയും എന്ന് അവർ കണക്കുകൂട്ടി. ഇരുട്ടിന്റെ വഴിയിൽ ശൗര്യം കാണിച്ചിരുന്നവർ നന്മയുടെ വഴിയിൽ വീരത്വം പ്രകടിപ്പിച്ചതിനെ അള്ളാഹു ആക്ഷേപിച്ചു. കൈകൾ അടക്കിവെച്ച് നമസ്കാരം നിലനിർത്തുവാനും ദാനധർമ്മങ്ങൾ നൽകുവാനും കൽപ്പിക്കപ്പെട്ടവരെ താങ്കൾ കണ്ടില്ലേ? പിന്നീട് അവരുടെ മേൽ യുദ്ധം നിർബന്ധമായി നിശ്ചയിക്കപ്പെട്ടപ്പോൾ അവരിൽ ഒരു വിഭാഗമിത അള്ളാഹുവെ ഭയപ്പെടുന്നത് പോലെ ജനത്തെ ഭയപ്പെടുന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ നാഥ,
എന്തിനാണ് നീ ഞങ്ങളിൽ യുദ്ധം അടിച്ചേൽപ്പിച്ചത്? അടുത്ത ഒരവധി വരെ ഞങ്ങൾക്ക് നീ സമയം അനുവദിക്കാത്തതെന്ത്? പ്രവാചകരെ, അവരോട് പറയുക, ഇഹലോക വിഭവങ്ങൾ തുച്ഛം മാത്രമാണ്. പരലോകമാണ് സൂക്ഷ്മാലുക്കൾക്ക് നല്ലത്. അല്പം പോലും നിങ്ങൾ അനീതിക്ക് വിധേയരാവുകയില്ല. യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ഉയർന്നു വന്ന ഭൗതികവും ആത്മീയവുമായ എല്ലാ സംശയങ്ങളും ഇല്ലാതാക്കുന്നതായിരുന്നു ഈ വചനങ്ങൾ. തുടർന്ന് ചെറിയ ചില സൈനിക നീക്കങ്ങൾ മുസ്ലിങ്ങൾ ആരംഭിച്ചു. ഉരസലുകളുടെ ആരംഭം ഖുറൈശികൾ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. മക്കയിലെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലായ കച്ചവട യാത്രാ സംഘങ്ങൾക്കു നേരെ ആക്രമണ ഭീഷണിയുണ്ടായി. തങ്ങളുടെ സ്വൈര ജീവിതത്തിനു നേരെ പടവാൾ ഓങ്ങിയ ബഹുദൈവാരാധകരെ അലോസരപ്പെടുത്തുവാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്ന് മുസ്ലിങ്ങൾ ന്യായമായും വിശ്വസിച്ചു. മാത്രമല്ല, മക്ക വിട്ട അവരുടെ വീടുകളിൽ കയറി ഖുറൈശികൾ അതിക്രമവും കൊള്ളയും നടത്തിയിട്ടുണ്ട്. മദീനയിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ അബുസീനിയയിൽ ഉണ്ടായതുപോലെ ശത്രുക്കൾ ഉപജാപങ്ങൾ നടത്താനും ഇടയുണ്ട്. മദീനയിലെത്തി 6 മാസങ്ങൾക്ക് ശേഷം 30 മുഹാജിറുകളടങ്ങിയ ഒരു സംഘം ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നായകത്വത്തിൽ കടൽ തീരത്തേക്കു നീങ്ങി. ഈസിന് സമീപം 300 പേരടങ്ങിയ ഒരു കച്ചവട സംഘത്തെ അവർ കണ്ടു. അബൂജഹലായിരുന്നു നായകൻ. ഇരുവിഭാഗവും ഏറ്റുമുട്ടലൊരുങ്ങിയപ്പോൾ മുജിദ് ബിൻ അംർ എന്ന ഗോത്രത്തലവൻ ഇടപെട്ട് യുദ്ധം ഒഴിവാക്കി. അടുത്ത മാസം ഉബൈദ് ബിൻ ഹാരിസിന്റെ നേതൃത്വത്തിൽ 80 മുഹാജിറുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജാസിലേക്ക് അയച്ചു. റാബിഗ് എന്ന സ്ഥലത്തെ ജലാശയത്തിനടുത്ത് 200 പേരടങ്ങുന്ന ഒരു സംഘവുമായി അവർ കണ്ടുമുട്ടി. അബൂ സുഫിയാനായിരുന്നു നായകൻ. ഇരുവിഭാഗവും അമ്പെയ്ത്തു നടത്തി. ഇസ്ലാമിനു വേണ്ടി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആദ്യത്തെ ശരം തൊടുത്തുവിട്ടു. അബൂ സുഫിയാനും സംഘവും തിരിഞ്ഞോടി. അവരെ പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിക്കാതെ മുസ്ലിങ്ങൾ തിരിച്ചുപോന്നു. 2 മാസത്തിനു ശേഷം ഹിജ്റ 2-ാം വർഷം മുഹറം മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വദ്ദാൻ ഭാഗത്തേക്ക് ഒരു പടനീക്കം നടത്തി. മുസ്ലിങ്ങൾ സ്ഥലത്തെത്തിയപ്പോഴേക്കും വാണിജ്യ സംഘം കടന്നുപോയിട്ടുണ്ടായിരുന്നു. ബനൂ ലംറ ഗോത്രവുമായി സൗഹൃദ കരാറിൽ ഏർപ്പെടാൻ ഈ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധിച്ചു. 1 മാസത്തെ കാത്തിരിപ്പിനു ശേഷം റബീഉൽ അവ്വൽ മാസത്തിൽ ബുവാത്തിലേക്ക് മറ്റൊരു പടനീക്കം നടത്തി. 200 മുഹാജിറുകളുണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ. ഉമയ്യത്ത് ബിൻ ഖലഫും 100 പേരുമടങ്ങിയ സംഘം വഴിമാറി സഞ്ചരിച്ച് രക്ഷപ്പെട്ടു. ബുവാത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഷൈറയിലേക്കു നീങ്ങി. ജമാദുൽ അവ്വൽ മാസം മുഴുവനും അടുത്ത മാസത്തിലെ ഏതാനും ദിവസങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 150 പേരടങ്ങിയ തന്റെ സൈന്യവുമായി അവിടെ തമ്പടിച്ചു. വൻ സമ്പദ് ശേഖരവുമായി ഷാമിലേക്ക് പുറപ്പെട്ട അബൂ സുഫിയാന്റെ കച്ചവട സംഘമായിരുന്നു അവരുടെ ലക്ഷ്യം. 20-നടുത്ത് ആളുകളായിരുന്നു അബൂ സുഫിയാനോടൊപ്പമുണ്ടായിരുന്നത്. നീണ്ട കാത്തിരിപ്പിനു ശേഷം സംഘത്തെ കണ്ടെത്താനാവാതെ മുസ്ലിങ്ങൾ മടങ്ങി. ബനൂ മുദ്ലജ് ഗോത്രവുമായി ഈ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗഹൃദ കരാറിലേർപ്പെട്ടു. അവരുടെ സഖ്യകക്ഷികളുമായി കരാറിലേർപ്പെടാനും ഇത് സഹായകമായി. അച്ചടക്ക ലംഘനം. ഉഷൈറ പടനീക്കം കഴിഞ്ഞ് 1 മാസം പിന്നിട്ടപ്പോൾ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ ഒരു 8-അംഗ സംഘത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ ദിശയിൽ യാത്രയാക്കി. 2 ദിവസത്തെ യാത്രയ്ക്കു ശേഷം തുറന്നു വായിക്കുവാനുള്ള നിർദ്ദേശത്തോടെ ഒരു കുറിപ്പ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവെ ഏൽപ്പിച്ചു. മക്കയ്ക്ക് സമീപം നഖ്ല എന്ന പ്രദേശത്ത് പതിയിരുന്ന് ഖുറൈശികളുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ച് തന്നെ അറിയിക്കാനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. നഖ്ലയോടടുത്തപ്പോൾ സംഘത്തിലെ 2 പേർ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവും ഉത്ബ ബിൻ ഖസ്വാൻ റളിയല്ലാഹു അൻഹുവും ഖുറൈശികൾ തടഞ്ഞുവെച്ച തങ്ങളുടെ ഒട്ടകങ്ങളെ അന്വേഷിച്ചു പോയി. ശേഷിച്ചവരെയും കൂട്ടി അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു നഖ്ലയിൽ തമ്പടിച്ചു. അംർ ബിൻ ഖളറമിയും മറ്റു 3 പേരുമടങ്ങിയ ഒരു വ്യാപാര സംഘം അതുവഴി വരുന്നത് അവർ കണ്ടു. ഷാമിൽ നിന്നും മക്കയിലേക്ക് മടങ്ങുകയായിരുന്നു ആ ഖുറൈശി സംഘം. അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വിവിധ വികാരങ്ങൾ അലതല്ലി. താൻ മക്ക വിട്ട ശേഷം തന്റെ പാർപ്പിട സമുച്ചയത്തിൽ അബൂജഹലും കൂട്ടരും നടത്തിയ തേർവാഴ്ച അദ്ദേഹത്തിന് മറക്കാൻ സാധിക്കുമായിരുന്നില്ല. അബൂജഹൽ പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു ജഹ്ഷിന്റെ പ്രേതം ഇത് കണ്ടു കണ്ണുനീർ വാർക്കുന്നുണ്ടാവും. താൻ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ അവിടെ കാലെടുത്ത് വെക്കാൻ പോലും അബൂജഹൽ ധൈര്യപ്പെടുമായിരുന്നില്ല. വാൾപ്പിടിയിൽ കൈയമർത്തി അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആലോചിച്ചു. യുദ്ധം ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടില്ല എന്നു തന്നെയല്ല, ഇസ്ലാമിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും അറബികളുടെ കീഴ്വഴക്കമനുസരിച്ച് റജബ് യുദ്ധനിഷിദ്ധ മാസവുമാണ്. ഒരു ദിവസം കാത്തിരുന്നാൽ റജബ് മാസം അവസാനിക്കും. പക്ഷേ
അപ്പോഴേക്കും കച്ചവട സംഘം മക്കയുടെ പരിധിയിലെത്തും. യുദ്ധം നിഷിദ്ധമാക്കിയ പുണ്യപ്രദേശമാണത്. ഈ ചിന്തകൾ ഒരു വശത്തും പ്രതികാരബോധം മറുവശത്തും അബ്ദുല്ലാഹുബിൻ ജാഷ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ മാറി മാറി പ്രവർത്തിച്ചു. പ്രതികാര ചിന്ത മേധാവിത്വം നേടി. അംറുബിന് ഹളറമിയെ നേരിടാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. സംഘടനത്തിൽ അംറുബിന് ഹളറമി കൊല്ലപ്പെട്ടു. ഹക്കം ബിൻ ഖൈസാൻ, ഉസ്മാനുബിൻ അബ്ദുള്ള എന്നിവരെ മുസ്ലിങ്ങൾ തടവിലാക്കി. ഉസ്മാന്റെ സഹോദരൻ നൌഫൽ ഓടി രക്ഷപ്പെട്ടു. തടവുകാരും അവരിൽ നിന്ന് പിടിച്ചെടുത്ത സമ്പത്തുമായി അബ്ദുല്ലാഹിബിനു ജാഷ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരോടൊപ്പം മദീനയിലേക്ക് മടങ്ങി. ഖുറൈശികൾ ഈ അവസരം മുതലെടുത്ത് മുഹമ്മദ് തന്റെ കിങ്കരന്മാരെ അയച്ച് പവിത്രമാസത്തിൽ കൊള്ളയും കൊലയും നടത്തിയിരിക്കുന്നു എന്ന് അവർ നാടുനീളെ പ്രചരിപ്പിച്ചു. മദീനയിലെ ജൂതന്മാരും അതോടൊപ്പം കൂടി. പ്രവാചകനെയും അനുയായികളെയും അപകീർത്തിപ്പെടുത്താൻ കിട്ടിയ ഈ അവസരം പ്രതിയോഗികൾ ശരിക്കും ആഘോഷിക്കുകയായിരുന്നു. മദീനയിൽ തിരിച്ചെത്തിയ അബ്ദുല്ലാഹിബ്നു ജാഷ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കറുത്ത മുഖമാണ് കാണേണ്ടി വന്നത്. യുദ്ധം ചെയ്യാൻ നിങ്ങളോട് ഞാൻ കൽപ്പിച്ചിട്ടില്ല. തിരുമേനിയുടെ വാക്കുകൾ കനത്തതായിരുന്നു. യുദ്ധാർജിത സമ്പത്തും തടവുകാരും മാറ്റി നിർത്തപ്പെട്ടു. അതിൽ നിന്ന് ഒന്നും സ്വീകരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറായില്ല. തിരുമേനിയുടെ നിലപാടറിഞ്ഞ മുസ്ലിങ്ങളും സംഘത്തെ നീരസത്തോടെ നോക്കി. അള്ളാഹുവിന്റെ തീരുമാനമറിയാൻ അവർ കാത്തിരുന്നു. അബ്ദുല്ലാഹുബിന് ജാഷ് റളിയല്ലാഹു അൻഹുവിനെ കുറ്റവിമുക്തനാക്കിയ ദൈവിക വചനങ്ങൾ ഖുർആനിൽ ഇപ്രകാരം വായിക്കാം. പവിത്ര മാസങ്ങളെക്കുറിച്ച് താങ്കളെ അവർ ചോദ്യം ചെയ്യുകയാണ്. അതിൽ യുദ്ധം ചെയ്തതിനെക്കുറിച്ച് പറയുക. അതിലെ യുദ്ധം ഗുരുതരം തന്നെ. പക്ഷേ ദൈവമാർഗത്തിൽ തടസ്സങ്ങൾ ഏൽപ്പിച്ചതും അതിനെ തിരസ്കരിച്ചതും മസ്ജിദുൽ ഹറാമിന്റെ പവിത്രത കളഞ്ഞുകുളിച്ചതും അവിടത്തുകാരെ പുറത്താക്കിയതും അള്ളാഹുവിങ്കൽ കൂടുതൽ ഗുരുതരമായതാണ്. പീഡനം കൊലയേക്കാൾ ഗൗരവമേറിയതത്രേ. അവർക്കാവുമായിരുന്നെങ്കിൽ മതത്തിൽ നിന്ന് നിങ്ങളെ തിരിച്ചുവിടുന്നതുവരെ നിങ്ങളോടവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും സ്വമതം ത്യജിച്ച് നിഷേധിയായി മരിച്ചാൽ ഇഹത്തിലും പരത്തിലും അവരുടെ സൽക്കർമ്മങ്ങളെ അവർ നിഷ്ഫലമാക്കി മാറ്റുന്നതാണ്. അവർ നരകാവകാശികളാണ്. അവരതിൽ നിത്യവാസികളുമാണ്. ഈ നിലപാട് വ്യക്തമാക്കൽ മറ്റൊരർത്ഥത്തിൽ നിഷേധികൾക്കെതിരെ പോരാടുവാനുള്ള പ്രോത്സാഹനം കൂടിയായിരുന്നു. പവിത്ര മാസങ്ങളിലെ യുദ്ധനിരോധനം പോലെ തന്നെ പ്രധാനമാണ് പവിത്ര ദേവാലയ പരിസരത്ത് വെച്ചുള്ള നിരോധനവും. മക്കയിൽ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ശ്രമിക്കുകയും മക്കയിൽ നിന്ന് മാറി താമസിക്കാൻ വിശ്വാസികളെ നിർബന്ധിതരാക്കുകയും ചെയ്തവരാണ് ഖുറൈശികൾ. സത്യപ്രവാചകനെയും സത്യമതത്തെയും അറിഞ്ഞുകൊണ്ട് നിഷേധിച്ചവരാണവർ. കൊലയ്ക്ക് തുല്യമായി തൊയ്ത്തിലിട്ട് കുത്തി പരിഹസിച്ച് പട്ടിണിക്കിട്ട് നിഷ്ഠൂര മർദ്ദനങ്ങളേൽപ്പിച്ച് മുസ്ലിങ്ങളെ ഉപദ്രവിച്ച ഖുറൈശികൾക്ക് പവിത്ര മാസങ്ങളെക്കുറിച്ച് പറയാൻ എന്ത് അർഹതയാണുള്ളത് എന്ന് അള്ളാഹു ചോദ്യം ചെയ്തു. നിരന്തര പീഡനങ്ങൾ അഴിച്ചുവിടുന്നത് കൊല ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണെന്ന തത്വം മാനവരാശിയെ അവൻ പഠിപ്പിച്ചു. അക്രമം നടത്തിയ ശത്രുവിനോട് ഏറ്റുമുട്ടുന്ന കാര്യത്തിൽ സാങ്കേതിക തടസ്സവാദങ്ങൾ ഉയർത്തുന്നത് ശരിയല്ല എന്ന കാര്യം മുസ്ലിം സമൂഹത്തെ ഈ ദൈവിക വചനം ഓർമ്മപ്പെടുത്തി. ശത്രുവിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്വന്തം മതത്തെ ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം ഉളവാക്കുന്നതാണ് വിമർശനങ്ങളെക്കാളും സാങ്കേതിക നിയമലംഘനങ്ങളെക്കാളും വിശ്വാസികൾ ഭയപ്പെടേണ്ടത് എന്ന് അള്ളാഹു അടിവരയിട്ട് പറഞ്ഞു. ആയുധമെടുത്ത് അവസാനമില്ലാതെ ആക്രമണം അയച്ചുവിടുന്ന ശത്രുവിന്റെ മുന്നിലായിരുന്നാലും സത്യതയെ ഉപേക്ഷിക്കുന്നത് ഇഹത്തിലും പരത്തിലും നഷ്ടം വരുത്തിവെക്കുമെന്ന് മുസ്ലിങ്ങൾക്ക് അവൻ മുന്നറിയിപ്പ് നൽകി. ദൈവിക നിലപാട് വ്യക്തമായതോടെ മുസ്ലിങ്ങൾക്ക് ആശ്വാസമായി. യുദ്ധം മുതൽ നിയമാനുസൃതം വിതരണം ചെയ്യപ്പെട്ടു. പ്രായശ്ചിത്തം നൽകി ബന്ദികളെ മോചിപ്പിക്കാൻ മക്കയിൽ നിന്ന് അവരുടെ ബന്ധുക്കൾ വന്നിരുന്നു. തങ്ങളുടെ ഒട്ടകങ്ങളെയും വളർത്തുമൃഗങ്ങളെയും അന്വേഷിച്ചു പോയ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവും കൂട്ടുകാരനും തിരിച്ചെത്തിയിരുന്നില്ല. അവർ ഖുറൈശികളുടെ തടവിലാണ് എന്ന് സംശയിക്കപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തങ്ങളിൽപ്പെട്ട ആ രണ്ടുപേർ തിരിച്ചെത്തുന്നതുവരെ ഇവരെ ഞങ്ങൾ വിട്ടുതരുന്നതല്ല. അവരുടെ കാര്യത്തിൽ നിങ്ങളെ ഞങ്ങൾക്ക് ഭയമുണ്ട്. അവർ വധിക്കപ്പെട്ടാൽ ഇവരും വധിക്കപ്പെടും. തടവുകാരായി പിടിക്കപ്പെട്ട ഖുറൈശി പൗരന്മാർ ശത്രുവിഭാഗത്തിൽ പെടുന്നു എന്നതല്ലാതെ പ്രത്യേകമായൊരു കുറ്റകൃത്യത്തിനും പിടിക്കപ്പെട്ടവരല്ല. മക്കയിൽ തടവുകാരാക്കപ്പെട്ട രണ്ടുപേർ അവിടെ കൊല്ലപ്പെട്ടാൽ തന്റെ കൈവശമുള്ള തടവുകാരെ ഇവിടെയും വധിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചത്. ഒരു സമൂഹവും മറ്റൊരു സമൂഹവും തമ്മിലുള്ള ഇത്തരം കണക്കുതീർക്കലുകളിൽ പലപ്പോഴും കൊല്ലപ്പെടുന്നത് കുറ്റകൃത്യങ്ങളിൽ നേരിട്ടിടപെട്ടവർ തന്നെ ആവണമെന്നില്ലല്ലോ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവും കൂട്ടുകാരനും തിരിച്ചു വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബന്ദികളാക്കിയവരെ വിട്ടയച്ചു. കൈവിട്ടുപോയ കച്ചവട സംഘം. ഉഷൈറയിൽ കണ്ണുവെട്ടിച്ച് കടന്നുപോയ അബൂ സുഫിയാനും സംഘവും മക്കയിലേക്ക് മടങ്ങുന്നത് കാത്തിരിക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവരങ്ങൾ അറിയാൻ തിരുമേനി ചാരന്മാരെ നിയോഗിച്ചു.
ഹൗറായിൽ താമസിച്ച് നിരീക്ഷണം നടത്തിയ തുൽഹ ഇബ്നു ഉബൈദുല്ലാ റളിയല്ലാഹു അൻഹുവും സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവും കച്ചവട സംഘത്തെ അകലെ നിന്ന് കണ്ടു. വിവരവുമായി അവർ മദീനയിലേക്ക് എത്തിയെങ്കിലും അതിനു മുമ്പേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഷാമിലേക്കുള്ള വഴിമധ്യേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും തന്നെ തടയാൻ നടത്തിയ ശ്രമം അബൂ സുഫിയാൻ മനസ്സിലാക്കിയിരുന്നു. മടക്കയാത്രയിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു അയാൾ. തന്നെ തടയാൻ മുസ്ലിങ്ങൾ വീണ്ടും പുറപ്പെട്ട വിവരം അയാൾ അറിഞ്ഞു. വഴിമാറി സഞ്ചരിച്ചാലും അപകടത്തിൽപ്പെട്ടേക്കുമെന്ന് സംശയിച്ച അബൂ സുഫിയാൻ സഹായസേനയെ അയക്കാൻ ആവശ്യപ്പെട്ട് മക്കയിലേക്ക് ദൂതനെ വിട്ടു. മക്കയിലെത്തിയ ലംലം അൽ ഗിഫാരി ഒട്ടകത്തിന്റെ ചെവികൾ അറുത്ത് മൂക്ക് ചെത്തി ജീനി തല കീഴാക്കി വസ്ത്രം മുന്നിലും പിറകിലും വലിച്ചു കീറി ഒട്ടകപ്പുറത്ത് കയറിയിരുന്ന് അട്ടഹസിച്ചു. ഖുറൈശികളെ, നിങ്ങളുടെ ധനം അബൂ സുഫിയാന്റെ പക്കലാണ്. മുഹമ്മദും കൂട്ടുകാരും അത് തടഞ്ഞു വച്ചിരിക്കുന്നു. തിരിച്ചു കിട്ടാൻ പ്രയാസമാണ്. സഹായത്തിന് പുറപ്പെടുക. ഖുറൈശികൾ ഇത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. സംഭവം അവരെ വിശ്വസിപ്പിക്കാൻ അബൂജഹലിന് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. മുസ്ലിങ്ങളുടെ ഉള്ളിലിരിപ്പ് മുൻ സംഭവങ്ങളിലൂടെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. മക്കയിലെ ഓരോ വീട്ടുകാർക്കും അബൂ സുഫിയാന്റെ കച്ചവടത്തിൽ ഓഹരിയുണ്ടായിരുന്നു. സമ്പത്തിന്റെ സംരക്ഷണത്തിനായി വളരെ വേഗം ഒരു സൈന്യം ഒരുങ്ങി. സൈനിക നീക്കത്തിനെതിരെയും ചില സംസാരങ്ങൾ ഉയർന്നു വരികയുണ്ടായി. അബ്ദുൽ മുത്തലിബിന്റെ മകൾ ആത്തിക 2 ദിവസം മുമ്പേ കണ്ട ഒരു സ്വപ്നം ദുസ്സൂചന നൽകുന്നതായിരുന്നു. ഒട്ടകപ്പുറത്ത് വന്ന ഒരു യാത്രക്കാരൻ തങ്ങളോട് വിളിച്ചു പറയുന്നതായി അവർ സ്വപ്നം കണ്ടു. മര്യാദയില്ലാത്ത വഞ്ചകരെ, മരണസ്ഥലത്തേക്ക് നിങ്ങൾ 3 നാളുകൾക്കകം പുറപ്പെട്ടുകൊള്ളുക. ആളുകൾ അടുത്തുകൂടിയപ്പോൾ അവൻ കഅബയിൽ കയറി. ജനം കഅബാലയം വളഞ്ഞപ്പോൾ അപ്രത്യക്ഷനാകുകയും കഅബയുടെ മുകളിൽ ഒട്ടകത്തോടൊപ്പം അവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അവിടെ വെച്ചും പഴയ വാചകം അവൻ ആവർത്തിച്ചു. പിന്നീടൊരു കല്ലെടുത്ത് താഴേക്കെറിഞ്ഞു. അത് നിലത്ത് വീണ് പൊട്ടിത്തെറിച്ച് മക്കയിലെ എല്ലാ വീടുകളിലും കല്ലിന്റെ ചീളുകൾ ചെന്ന് തറച്ചു. സ്വപ്നത്തെക്കുറിച്ച് കേട്ടപ്പോൾ അബൂജഹൽ പരിഹസിച്ചു. അയാൾ പറഞ്ഞു, അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, നിങ്ങളുടെ ഒരു ആണിനെ നിങ്ങൾ നബിയാക്കി, ഇപ്പോൾ ഒരു സ്ത്രീയെയും നബിയാക്കിയിരിക്കുന്നു. നിങ്ങളുടെ ഈ പൊങ്ങച്ചവും പൊള്ളവാക്കും മതിയാക്കാനായില്ലേ? 3 ദിവസം കഴിയട്ടെ, നിങ്ങൾ കള്ളന്മാരാണെന്ന് ഞങ്ങൾ തെളിയിക്കും. ഇതേ ചൊല്ലി അബൂജഹലും അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവും പിടിവലി കൂടുമ്പോഴാണ് ലംലമിന്റെ ശബ്ദം ഉയർന്നത്. ഗൗരവത്തിലെടുത്തില്ലെങ്കിലും സ്വപ്നം ഏവരുടെയും മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കി. ഉമയ്യത്ത് ബിൻ ഖലഫ് യുദ്ധസന്നാഹങ്ങളിൽ പങ്കുചേർന്നില്ല. കഅബയിൽ സന്ദർശനത്തിയ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷണം നൽകിയതിന്റെ പേരിൽ അബൂജഹൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി. ഉമയ്യത്തിന്റെ സുഹൃത്താണ് സഅദ് റളിയല്ലാഹു അൻഹു. കച്ചവട യാത്രകളിൽ ഉമയ്യത്തിന് മദീനയിൽ അദ്ദേഹം ആതിഥ്യമരുളാറുണ്ടായിരുന്നു. തന്റെ സുഹൃത്തിന്റെ രക്ഷക്കെത്തിയെങ്കിലും അബൂജഹലിനോട് കയർത്തു സംസാരിച്ച സഅദിനെ ഉമയ്യത്ത് ഗുണദോഷിച്ചു. ഇതിൽ കോപിഷ്ഠനായ സഅദ് റളിയല്ലാഹു അൻഹു ഉമയ്യത്തിനോട് പറഞ്ഞു, നീ മിണ്ടാതിരിക്ക്. നിന്നെ ഞങ്ങൾ വധിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് ഉമയ്യത്തിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. കോലാഹലങ്ങളിൽ ചേരാതെ ഉമയ്യത്ത് കഅബയുടെ അകത്ത് കയറി വിശ്രമിക്കാൻ കിടന്നു. അബൂജഹലും ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്തും കഅബയിൽ കയറി അയാളെ പരിഹസിച്ച് പുറത്തിറക്കി. താഴ്വാരത്തിലെ ഏറ്റവും നല്ല ഒട്ടകത്തെ തനിക്ക് വേണ്ടി കൊണ്ടുവരാൻ ഉമയ്യത്ത് കൽപ്പിച്ചു. അയാളും സൈന്യത്തോടൊപ്പം ചേർന്നു. ചില സാമൂഹിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് അല്പം ആളുകൾ യുദ്ധത്തിൽ നിന്ന് വൈമുഖ്യം കാണിച്ചു. ഖുറൈശികളുടെ മർദ്ദനങ്ങൾ കാരണമാണ് മുസ്ലിങ്ങൾ ശത്രുക്കളായി മാറിയത്. പലായനം ചെയ്യാനും അവർ നിർബന്ധിതരായി. കാര്യങ്ങൾ പറഞ്ഞു തീർക്കുകയല്ലാതെ യുദ്ധത്തിനൊരുങ്ങുന്നത് ബുദ്ധിപരമല്ല എന്ന് അവർ വാദിച്ചു. മറ്റൊരു കാരണം കൂടി അവർ ചൂണ്ടിക്കാട്ടി. കിനാന ഗോത്രക്കാരുമായി ഖുറൈശികൾ ചില കൊടുക്കൽ വാങ്ങലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. ഖുറൈശികൾ നടത്തിയ ഒരു കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു കിനാനക്കാർ. മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യുമ്പോൾ പിന്നിൽ നിന്ന് അവരുടെ ആക്രമണം ഉണ്ടാകാനിടയുണ്ടെന്ന് ചിലർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ കിനാന ഗോത്രത്തലവൻ സ്വയം മുന്നോട്ട് വന്ന് സമാധാനം ഉറപ്പു നൽകിയതിനാൽ ആ തടസ്സം നീങ്ങി. 950 ഭടന്മാരും 100 കുതിരകളും 700 ഒട്ടകങ്ങളും അടങ്ങുന്നതായിരുന്നു ഖുറൈശികളുടെ സൈന്യം. ഭടന്മാർക്ക് ആവേശം പകർന്നുകൊണ്ട് നർത്തകിമാരും സൈന്യത്തോടൊപ്പം നീങ്ങി. അബൂലഹബ് ഒഴികെ മക്കയിലെ പ്രമുഖന്മാരെല്ലാം അണിനിരന്ന സൈന്യത്തിന് അബൂജഹൽ നായകത്വം നൽകി. അതേസമയം തന്റെ കച്ചവട സംഘത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി അബൂ സുഫിയാൻ സംഘത്തെ മുന്നോട്ട് നയിക്കുന്നുണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ നീക്കമറിയാൻ അയാൾ ചാരന്മാരെ അയച്ചു. അവർ നൽകിയ വിവരങ്ങളിൽ തൃപ്തനാവാതെ അയാൾ സ്വയം കുതിരപ്പുറത്ത് ബദറിലെത്തി.
അവിടെ കണ്ട ഒരാളോട് അതുവഴി ആരെങ്കിലും വരുന്നത് കണ്ടോ എന്ന് അയാൾ അന്വേഷിച്ചു. ഈ കാണുന്ന മലനിരയുടെ സമീപം വന്നിറങ്ങിയ 2 യാത്രക്കാരെയല്ലാതെ മറ്റാരെയും കണ്ടിട്ടില്ല. നാട്ടുകാരൻ മറുപടി നൽകി. അബൂ സുഫിയാൻ അവിടം പരിശോധിച്ചു. ഒട്ടകച്ചാണകത്തിൽ കണ്ട കാരക്കക്കുരുവിൽ നിന്ന് യാത്രക്കാർ മദീനയിൽ നിന്ന് വന്നവരാണെന്ന് അയാൾ കണ്ടെത്തി. അപകടം മുന്നിൽ കണ്ട അബൂ സുഫിയാൻ തന്റെ കച്ചവട സംഘത്തെ കടൽക്കരയോട് ചേർന്ന മറ്റൊരു വഴിയിലൂടെ തിരിച്ചുവിട്ട് മക്കയെ ലക്ഷ്യം വെച്ച് അതിവേഗം അവർ മുന്നോട്ട് കുതിച്ചു. ദൈവിക ദൗത്യം. 313 പേരടങ്ങിയ ഒരു സംഘമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ബദറിലേക്ക് പുറപ്പെട്ടത്. 240-ലേറെ അൻസാറുകളും ബാക്കി മുഹാജിറുകളും ചാരന്മാരെ ഉപയോഗിച്ച് വഴിനീളെ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തിന്റെ നീക്കങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് നീങ്ങിയത്. ദിഫ്രാൻ എന്ന സ്ഥലത്ത് അവർ തമ്പടിച്ചു. കച്ചവട സംഘത്തിന്റെ സംരക്ഷണത്തിന് മക്കയിൽ നിന്ന് ഖുറൈശികൾ പുറപ്പെട്ടു കഴിഞ്ഞു എന്ന വിവരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചു. മുസ്ലിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി. വ്യാപാര സംഘത്തിന്റെ വിവരമറിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിലേക്ക് അയച്ച 2 ചാരന്മാർ കിണറിനടുത്ത് ചില സ്ത്രീകളെ കണ്ടു. കൂട്ടുകാരി കടം വാങ്ങിയ പണം തിരികെ ആവശ്യപ്പെടുകയാണ് ഒരുവൾ. 2 ദിവസത്തിനകം ഖുറൈശികളുടെ വ്യാപാര സംഘം ഇവിടെ എത്തും. അവർക്ക് ജോലി ചെയ്ത് വൈകാതെ പണം തിരിച്ചു തരാമെന്ന് കടക്കാരി സമാധാനിപ്പിക്കുന്നു. ഒരു വൃദ്ധൻ അവർക്കിടയിൽ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നുണ്ട്. ആവശ്യമായ വിവരം ലഭിച്ച ചാരന്മാർ ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. അബൂ സുഫിയാന്റെ കച്ചവട സംഘം വഴിമാറി സഞ്ചരിക്കുന്ന വിവരവും ഇതിനകം മുസ്ലിം താവളത്തിലെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകപ്പുറത്ത് കയറി തനിയെ ഒന്ന് ചുറ്റിക്കറങ്ങി. വഴിയിൽ കണ്ട വൃദ്ധനോട് താൻ ആരാണെന്ന് വെളിപ്പെടുത്താതെ മുഹമ്മദിന്റെയും ഖുറൈശികളുടെയും വിവരങ്ങൾ തിരുമേനി അന്വേഷിച്ചു. 2 സംഘങ്ങളും ഏതാണ്ട് എത്തിയിരിക്കാൻ ഇടയുള്ള സ്ഥലങ്ങൾ അദ്ദേഹം കണക്കുകൂട്ടി പറഞ്ഞു. ഖുറൈശികളുടെ സൈനിക സംഘം അടുത്തെത്തിയിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. ഇതിനിടയിൽ ബദറിലെ കിണറിനരികെ വെള്ളം കോരാൻ വന്ന മക്കക്കാരായ 2 ബാലന്മാരെ അലി റളിയല്ലാഹു അൻഹുവും സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹുവും സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവും പിടികൂടി മുസ്ലിം താവളത്തിലെത്തിച്ചു. ഖുറൈശി സൈന്യം തമ്പടിച്ച സ്ഥലവും അവരുടെ എണ്ണവും പ്രധാന ഖുറൈശി നേതാക്കളുടെ സാന്നിധ്യവും ബന്ദികളായ ബാലന്മാരിൽ നിന്ന് മനസ്സിലാക്കി. മുസ്ലിം താവളത്തിൽ വ്യത്യസ്തമായ ചിന്തകൾ അലതല്ലി. കച്ചവട സംഘത്തെ നേരിടാനുള്ള സന്നാഹമാണ് അവർ ഒരുക്കിയത്. ഖുറൈശികളുടെ ഒരു വൻ സൈന്യത്തെയാണ് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത്. യുദ്ധമുണ്ടായാൽ നാശം തീർച്ച. അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിന്തുടർന്ന് ആക്രമിച്ചാൽ ഖുറൈശികളുടെ സൈന്യം വെറുതെ വിടുകയില്ല. മദീനയിലെത്തും മുമ്പ് അവർ തങ്ങളെ പിടികൂടിയെന്ന് വരും. മദീനയിലും അവർ ആക്രമണം നടത്താനിടയുണ്ട്. യുദ്ധത്തിൽ നിന്ന് പിന്മാറി മദീനയിൽ ചെന്നാൽ കപട വിശ്വാസികളും ജൂതന്മാരും അവിടെയുണ്ട്. കടുത്ത പരിഹാസവും വിമർശനവും ഏൽക്കേണ്ടതായും വരും. തന്നെയുമല്ല, ഇസ്ലാമിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട ജൂതന്മാർ കുഴപ്പങ്ങൾക്ക് അവസരം കാത്തിരിക്കുകയാണ്. മുസ്ലിങ്ങളിൽ ദൗർബല്യവും ഭീരുത്വവും പ്രകടമായാൽ അവർക്ക് ശൗര്യമേറും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരോട് കൂടിയാലോചിച്ചു. യുദ്ധത്തിന് നാം തയ്യാറായി വന്നിട്ടില്ല. തൽക്കാലം അബൂ സുഫിയാന്റെ കച്ചവട സംഘവുമായി നമുക്ക് ഏറ്റുമുട്ടാം. അവരിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് ഉപയോഗിച്ച് ശക്തി നേടിയ ശേഷം ഖുറൈശികളോട് കണക്ക് തീർക്കാം. ആദ്യം ഉയർന്നു വന്ന അഭിപ്രായങ്ങളുടെ ഗതി അതായിരുന്നു. വ്യത്യസ്തമായ ഒരു സ്വരത്തിനു വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തുനിന്നു. അണികളിലേക്ക് അദ്ദേഹം മാറി മാറി നോക്കി. മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹു അങ്ങയോട് എന്താണോ കൽപ്പിച്ചത് അതിലേക്ക് താങ്കൾ മുന്നേറുക. അള്ളാഹു തന്നെയാണ് സത്യം. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇസ്രായേലിയർ പറഞ്ഞതുപോലെ നീയും നിന്റെ നാഥനും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങളിവിടെ ഇരിക്കുകയാണ് എന്ന് ഞങ്ങൾ താങ്കളോട് ഒരിക്കലും പറയുകയില്ല. അങ്ങും അങ്ങയുടെ നാഥനും യുദ്ധം ചെയ്യുക, ഞങ്ങൾ നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യും എന്നാണ് ഞങ്ങൾ പറയുക. ദുഷ്കരമായ ബർക്കുൽ ഗിദാമിലേക്കാണ് താങ്കൾ ഞങ്ങളെ നയിക്കുന്നത് എങ്കിൽ അവിടം പ്രാപിക്കുന്നത് വരെ ഞങ്ങൾ താങ്കളോടൊപ്പം ഉണ്ടായിരിക്കും. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്കുകൾക്ക് പ്രസക്തിയുണ്ടായിരുന്നു. പലസ്തീനിൽ താമസമുറപ്പിക്കാൻ, അവിടെ യുദ്ധം ചെയ്ത് കീഴടക്കാനാണ് മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേലിയരോട് ആവശ്യപ്പെട്ടത്. ശത്രുക്കളുടെ ശക്തിയും പ്രതാപവും കണ്ട് അവർ തങ്ങളുടെ വിമോചകനും ദൈവദൂതനുമായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. യുദ്ധത്തിന് വേണ്ടിയുള്ള മൂസാ നബിയുടെ ആദ്യ ആഹ്വാനത്തിന് അദ്ദേഹത്തിന്റെ സമുദായം നൽകിയ മറുപടി ധിക്കാരം നിറഞ്ഞതായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരെ ആദ്യമായി യുദ്ധമുഖത്തെത്തിച്ച ഈ സമയം മുസ്ലിങ്ങളുടെ നിലപാട് ഇസ്രായേലിയരുടേതിനു സമാനമാകാതിരിക്കുവാനുള്ള തന്ത്രവും മുന്നറിയിപ്പുമാണ് മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകടനത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്ദി പറഞ്ഞു. തുടർന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാറുകളോട് അഭിപ്രായം ആരാഞ്ഞു. അൻസാരിയായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ ഞങ്ങളുടെ അഭിപ്രായം ആരായുകയാണ് എന്ന് തോന്നുന്നു. ഞങ്ങൾ താങ്കളിൽ വിശ്വസിക്കുകയും താങ്കളെ അംഗീകരിക്കുകയും താങ്കൾ കൊണ്ടുവന്നത് സത്യമാണെന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തവരാണ്. താങ്കളെ അനുസരിക്കാമെന്ന് ഞങ്ങൾ കരാറും പ്രതിജ്ഞയും ചെയ്തിട്ടുണ്ട്. താങ്കൾ എന്താണോ മനസ്സിൽ കാണുന്നത് അത് പ്രവർത്തിച്ചു കൊള്ളുക. ഞങ്ങൾ അങ്ങയോടൊപ്പം ഉണ്ടാകും. താങ്കളെ
നിയോഗിച്ചവൻ തന്നെയാണ് സത്യം. അവിടെ ഒരു സമുദ്രം കാണപ്പെടുകയും താങ്കൾ ഞങ്ങളോട് അതിൽ ഇറങ്ങാൻ കൽപ്പിക്കുകയും ചെയ്താൽ ഞങ്ങൾ അത് അനുസരിക്കും. ഒരാൾ പോലും പിന്മാറുകയില്ല. നാളെ തന്നെ ഞങ്ങളെ ശത്രുക്കൾക്ക് അഭിമുഖമായി നിർത്തുക. യുദ്ധരംഗത്ത് ഉറച്ചു നിൽക്കുന്നവരും കരുത്തു കാണിക്കുന്നവരുമാണ് ഞങ്ങൾ. താങ്കളുടെ കണ്ണുകൾക്ക് കുളിർമയേകുന്ന രംഗങ്ങൾ ഞങ്ങൾ കാഴ്ചവെക്കും. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശിച്ചു. സന്തോഷാതിരേകത്താൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എഴുന്നേൽക്കുക. രണ്ടിലൊരു സംഘത്തെ അള്ളാഹു എനിക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. ശത്രുക്കൾ ഇതാ അവിടെ ഇവിടെയായി വീണകിടക്കുന്നത് പോലെ ഞാൻ കാണുന്നു. അവസരോചിതവും ബുദ്ധിപരവുമെന്ന് തോന്നിപ്പിച്ച അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിന്തുടർന്ന് ആക്രമിക്കുക എന്ന ആദ്യഘട്ട അഭിപ്രായങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തള്ളിക്കളഞ്ഞു. ദൈവനിശ്ചയങ്ങൾ പലപ്പോഴും മനുഷ്യബുദ്ധിക്ക് കണക്ക് കൂട്ടി നിശ്ചയിക്കാൻ പറ്റിയതാവില്ല. സത്യവിശ്വാസികൾ അഭിമുഖീകരിച്ച ഈ പ്രതിസന്ധിയെ ഖുർആനിൽ അള്ളാഹു ഇപ്രകാരം വിവരിക്കുന്നുണ്ട്. രണ്ടു സംഘങ്ങളിലൊന്ന് നിങ്ങൾക്ക് അധീനമാകുമെന്ന് അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്ന സന്ദർഭം ഓർക്കുക. ആയുധമില്ലാത്ത സംഘം നിങ്ങൾക്ക് അധീനമാകുമെന്നായിരുന്നു നിങ്ങൾ കൊതിച്ചിരുന്നത്. അള്ളാഹുവാകട്ടെ തന്റെ കൽപ്പനകൾ മുഖേന സത്യം പുലർത്തി കാണിക്കുവാനും സത്യനിഷേധികളുടെ മുരട് മുറിച്ചു കളയുവാനുമാണ് ഉദ്ദേശിച്ചിരുന്നത്. ഖുർആനിൽ മറ്റൊരു സ്ഥലത്തുകൂടി ഇപ്രകാരം വായിക്കാം. നിങ്ങൾ, അതായത് താഴ്വരയിൽ മദീനയോട് അടുത്ത ഭാഗത്തും അവർ അകന്ന ഭാഗത്തും സാർത്ഥവാഹക സംഘം നിങ്ങളെക്കാൾ താഴെയുമായിരുന്ന സന്ദർഭം ഓർക്കുക. നിങ്ങൾ അന്യോന്യം, അതായത് പോരിന് നിശ്ചയിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ആ നിശ്ചയം നിറവേറ്റുന്നതിൽ ഭിന്നിക്കുമായിരുന്നു. പക്ഷേ ഉണ്ടാകേണ്ട ഒരു കാര്യം അള്ളാഹു നിർവഹിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അതായത് നശിച്ചവർ വ്യക്തമായ തെളിവ് കണ്ടുകൊണ്ട് നശിക്കുവാനും ജീവിച്ചവർ വ്യക്തമായ തെളിവ് കണ്ടുകൊണ്ട് ജീവിക്കുവാനും വേണ്ടി. തീർച്ചയായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. മനുഷ്യബുദ്ധി മാത്രം പ്രയോഗിക്കുകയാണെങ്കിൽ പിന്മാറുമായിരുന്ന ഒരു സാഹചര്യത്തിൽ തന്റെ കൽപ്പനകൾ ആയുധമാക്കി വിശ്വാസികളുടെ കൈകളിലൂടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാനാണ് അള്ളാഹു തീരുമാനിച്ചത്. ദൈവകൽപ്പനകളും ദൈവിക നിയമങ്ങളും പുസ്തകങ്ങളിൽ വായിക്കാൻ മാത്രമായി ഒതുക്കാതെ അതിന്റെ പ്രയോഗവൽക്കരണത്തിനുള്ള സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ അള്ളാഹു കളമൊരുക്കി. അതിന്റെ വഴിയിൽ നിലനിന്ന തടസ്സങ്ങളുടെ ശക്തി ക്ഷയിപ്പിക്കാൻ അവൻ തീരുമാനിച്ചു. തന്റെ തീരുമാനത്തിലേക്ക് വിശ്വാസികളെ അവൻ അടുപ്പിച്ചു കൊണ്ടുവരികയും ചെയ്തു. മുഖാമുഖം. സമ്പത്തും ജീവനും സംരക്ഷിക്കാനാണ് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. ദൈവസഹായത്താൽ അത് രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് തിരിച്ചു വരാം. അബൂ സുഫിയാന്റെ സന്ദേശം ഖുറൈശികളുടെ പാളയത്തിലെത്തി. സംഘത്തിൽ അധിക പേരും ഈ അഭിപ്രായത്തോട് യോജിച്ചു. അനാവശ്യമായ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണമെന്നായിരുന്നു അവരുടെ താൽപര്യം. പക്ഷേ അബൂജഹൽ സമ്മതിച്ചില്ല. കച്ചവട സംഘം തിരികെ എത്തിയാലും സൈന്യം ഇപ്പോൾ മടങ്ങുന്നത് മുഹമ്മദിനെയും അനുയായികളെയും ഭയപ്പെട്ടത് കാരണമാണെന്ന് അറബികൾ വിലയിരുത്തുമെന്ന് അയാൾ വാദിച്ചു. മുഹമ്മദിനെ വകവരുത്താൻ ഏകോപിച്ചൊരു അഭിപ്രായ രൂപീകരണത്തിന് മക്കയിലുണ്ടായിരുന്ന ബുദ്ധിമുട്ട് അയാൾ ഓർത്തു. ഇപ്പോൾ കിട്ടിയ ഈ സുവർണ അവസരം കളഞ്ഞുകുളിച്ചാൽ പിന്നീട് ഖേദിക്കേണ്ടി വരുമെന്ന് അയാൾ പറഞ്ഞു. അള്ളാഹുവാണേ സത്യം, ബദറിൽ ചെന്ന് തിന്നു കുടിച്ചു മതിച്ച് 3 ദിവസം അവിടെ ചെലവഴിച്ചിട്ടല്ലാതെ നാം മടങ്ങിപ്പോകുന്ന പ്രശ്നമേ ഇല്ല. നമ്മുടെ പടയിറക്കവും ശക്തിയും അറബികൾ മുഴുവൻ കാണട്ടെ. അവർ നമ്മെ ഭയപ്പെട്ട് ജീവിക്കണം. അർദ്ധമനസ്സോടെ ഖുറൈശികൾ അബൂജഹലിന്റെ വാശിക്ക് വഴങ്ങി. സുഹുറ ഗോത്രക്കാർ മാത്രം സ്വന്തം തീരുമാനമനുസരിച്ച് മക്കയിലേക്ക് തിരിച്ചുപോയി. മറുഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും അല്പം കൂടി മുന്നോട്ട് നീങ്ങി. റൗഹായിൽ തമ്പടിച്ച സംഘം ശത്രുവിന്റെ സൂക്ഷ്മ വിവരങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമം തുടർന്നു. സഹാബി വര്യന്മാരായ അലി, സുബൈർ ബിൻ അവാം, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുമ എന്നിവർക്ക് ബദറിൽ നിന്ന് പിടികൂടിയ ഖുറൈശി ബാലന്മാരിൽ നിന്ന് ശത്രുവിന്റെ എണ്ണത്തെക്കുറിച്ച് ഏകദേശ ധാരണയും തമ്പടിച്ച സ്ഥലത്തെ സംബന്ധിച്ച സൂക്ഷ്മ വിവരവും ലഭിച്ചിരുന്നു. മുസ്ലിങ്ങൾ വളരെ ക്ഷീണിതരായി. വെള്ളത്തിന്റെ കുറവും താവളത്തിൽ അടിച്ചു വീശിയ പൊടിക്കാറ്റും അവരെ ആശങ്കയിലാക്കി. വരാനിരിക്കുന്ന പരാജയത്തിന്റെ ദുസ്സൂചനകളാണോ ഇത് എന്ന് ചിലർ സംശയിച്ചു. ഈ നില അധികം തുടർന്നില്ല. മനസ്സുകൾക്കും ശരീരങ്ങൾക്കും തണുപ്പ് പകർന്നുകൊണ്ട് ശക്തമായ ഒരു മഴ പെയ്തു. മുസ്ലിങ്ങൾ വെള്ളം ശേഖരിച്ചു, ദാഹമകറ്റി, കുളിച്ചു. ചെറിയ ഒരു മയക്കവും അള്ളാഹു അവർക്ക് നൽകി. അതോടെ മനസ്സുകൾ ശാന്തമായി. മഴ പെയ്ത് ഉറച്ച മണ്ണിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വീണ്ടും മുന്നോട്ട് നയിച്ചു. ബദറിൽ മദീനയോട് ഏറ്റവും അടുത്ത കിണറിന് സമീപം അവർ നിന്നു. അവിടെ താവളമടിക്കുവാനുള്ള ഭാവമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. കൂട്ടത്തിൽ നിന്ന് ഹുബാബ് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നു. അദ്ദേഹം ചോദിച്ചു, ദൈവദൂതരെ, ദൈവിക നിർദ്ദേശം അനുസരിച്ചാണോ താങ്കൾ ഇവിടെ തങ്ങാൻ തീരുമാനിച്ചത്? എങ്കിൽ അതിൽ മാറ്റം ആവശ്യമില്ല. അതല്ല അങ്ങയുടെ സ്വന്തം തീരുമാനമാണെങ്കിൽ നമുക്ക് പറ്റിയ സ്ഥലം ഇതല്ല പ്രവാചകരെ. എനിക്ക് ഈ സ്ഥലം നല്ല പരിചയമുണ്ട്. നമുക്ക് അല്പം കൂടി മുന്നോട്ട് പോയി
ബദറിലെ ഏറ്റവും അവസാനത്തെ കിണറിനടുത്ത് തമ്പടിക്കാം. ഒരു കിണർ മാത്രം ബാക്കി നിർത്തി മറ്റു കിണറുകളെല്ലാം നമുക്ക് മണ്ണിട്ട് മൂടാം. അപ്പോൾ വെള്ളം മുഴുവൻ നമ്മുടെ അധീനതയിലാവും. യുദ്ധത്തിനും താമസത്തിനും കൂടുതൽ പറ്റിയ സ്ഥലവും അതാണ്. ആ അഭിപ്രായം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. ഹുബാബ് റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് മുസ്ലിങ്ങൾ താവളമടിച്ചു. കിണറുകൾ മണ്ണിട്ട് മൂടി ഒന്ന് മാത്രം നിലനിർത്തി. ഒരുക്കങ്ങൾ പൂർത്തിയായപ്പോൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി ഒരു കൂടാരം പണിയുകയാണ്. ഒരു വാഹനവും ഒരുക്കി നിർത്താം. ഞങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ താങ്കൾ കൂടാരത്തിനകത്ത് നിൽക്കണം. അള്ളാഹു ശക്തിയും വിജയവും നൽകുകയാണെങ്കിൽ എല്ലാം ശുഭകരമാവും. നാം എല്ലാം ആഗ്രഹിക്കുന്നതും അതാണ്. അതല്ല, പരാജയമാണ് നമുക്ക് വിധിക്കുന്നത് എങ്കിൽ താങ്കൾ മദീനയിൽ ബാക്കി നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളോടൊപ്പം ചെന്നു ചേരണം. അവർക്ക് താങ്കളോടുള്ള സ്നേഹവും ബഹുമാനവും അനുസരണയും ഞങ്ങളുടേതിനേക്കാൾ ഒട്ടും കുറവല്ല. ഇത്തരമൊരു യുദ്ധം ആവശ്യമായി വരുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും അവർ നമ്മോടൊപ്പം വരുമായിരുന്നു. അവർ മുഖേന അള്ളാഹു താങ്കളെ സംരക്ഷിക്കും. അവർ താങ്കൾക്ക് നിർദ്ദേശങ്ങൾ തരും. താങ്കളോടൊപ്പം അവർ സമരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കൂടാരത്തിന്റെ പണി അതിവേഗതയിൽ പൂർത്തിയായി. അതിനു സമീപം ഒരു ഒട്ടകത്തെ യാത്രക്കു തയ്യാറാക്കി നിർത്തുകയും ചെയ്തു. ഇതിനിടയിൽ പുതിയ ചില പ്രശ്നങ്ങൾ ഖുറൈശികളെ തേടി വന്നു. നേരത്തെ പെയ്ത മഴ അവർക്ക് ഉപദ്രവകരമായി. താവളത്തിൽ ചെളികെട്ടി നടക്കുമ്പോൾ വഴുതി വീഴുമെന്ന അവസ്ഥ വന്നു. മുസ്ലിങ്ങൾ എണ്ണത്തിൽ കുറവാണെന്നും വേണ്ടത്ര ആയുധങ്ങളോ സന്നാഹങ്ങളോ അവർക്ക് ഇല്ല എന്നും ഖുറൈശികൾ അറിഞ്ഞിരുന്നു. വാളുകൾ മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. പക്ഷേ അവരുടെ മുഖങ്ങളിൽ സ്ഫുരിക്കുന്ന ദൃഢനിശ്ചയം അപകടകരമാണ്. മരിച്ചു വീഴുന്നതിനു മുമ്പ് ഒരാളെയെങ്കിലും അവർ വാളിനിരയാക്കാതിരിക്കില്ല. ചാരന്മാർ ഖുറൈശികൾക്ക് മുന്നറിയിപ്പ് നൽകി. നേതാക്കൾ മുഴുവനും അടങ്ങുന്നതാണ് ഖുറൈശികളുടെ സൈന്യം. അവരിൽ ഏറിയ പേരെയും മുസ്ലിങ്ങൾ വധിച്ചു കളഞ്ഞാൽ പിന്നെ വിജയം ലഭിച്ചിട്ട് കാര്യമില്ല. മക്കയുടെ സാമൂഹിക പ്രാധാന്യം അതോടെ ഇല്ലാതാവും. മടങ്ങണമെന്നായിരുന്നു അധികം ആളുകളുടെയും ആഗ്രഹം. പക്ഷേ അബൂജഹലിനോട് അക്കാര്യം പറയാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. ഉത്ബത്ത് ബിൻ റബീഅ മുന്നോട്ട് വന്നു. അയാൾ പറഞ്ഞു, ഖുറൈശികളെ, മുഹമ്മദിനോടും കൂട്ടുകാരോടും ഏറ്റുമുട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നേടാനില്ല. നിങ്ങളുടെ സഹോദരന്മാരും പുത്രന്മാരും പിതൃവ്യന്മാരും പിതൃവപുത്രന്മാരുമാണ് അക്കൂട്ടത്തിലുള്ളത്. അവരുടെ മൃതദേഹങ്ങളാവും നിങ്ങൾക്ക് കാണേണ്ടി വരിക. മുഹമ്മദിന്റെ കാര്യം നമുക്ക് മറ്റ് അറബ് ഗോത്രങ്ങൾക്ക് വിടാം. അവർ അവനെ ഇല്ലാതാക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചത് നടക്കും. മറിച്ചാണെങ്കിൽ അവനിൽ നിന്ന് നിങ്ങൾക്ക് ഉപദ്രവമൊന്നും ഏൽക്കേണ്ടി വരികയുമില്ല. നഖ്ലായിൽ കൊല്ലപ്പെട്ട അംർ ബിൻ ഖളർമിയുടെ രക്തത്തിന് നഷ്ടപരിഹാരം കൊടുക്കുവാനും ഉത്ബത്ത് തയ്യാറായി. പക്ഷേ അബൂജഹൽ ഇടങ്കോലിട്ടു. അംറിന്റെ സഹോദരൻ ആമിറിനെ വിളിച്ചു വരുത്തി. അയാൾ പറഞ്ഞു, നിന്റെ സഹോദരന്റെ കൊലയ്ക്ക് പ്രതികാരം ചെയ്യണമെന്ന് നീ വിളിച്ചു പറയുക. ആമിറിന്റെ ശബ്ദം ഉയർന്നു. അംറിന്റെ കൊലയ്ക്ക് പകരം കൊല തന്നെ വേണം. അതോടെ സമാധാനത്തിന്റെ വഴികൾ അടഞ്ഞു. കിണറുകൾ മണ്ണിട്ട് മൂടിയതോടെ ഖുറൈശികൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. അസ്വദ് ബിൻ അബുൽ സഅദ് എന്ന മനുഷ്യൻ മുസ്ലിം അധീനതയിലുള്ള ജലസംഭരണിയെ ലക്ഷ്യമാക്കി നീങ്ങി. ഒന്നുകിൽ ഞാൻ അതിൽ നിന്ന് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഞാനത് തകർക്കും, അതുമല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് മരിക്കും. അസ്വദ് ശപഥം ചെയ്തു. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അസ്വദിനെ തടഞ്ഞു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വാൾ അസ്വദിന്റെ കണങ്കാലിൽ മുറിവേൽപ്പിച്ചു. പിന്മാറാതെ അയാൾ ഇഴഞ്ഞിഴഞ്ഞ് കിണറിനോടടുത്തു. ഹംസ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കൂടി വാള് വീശി. അസ്വദിന്റെ ചലനമറ്റു. ബദറിലെ ആദ്യത്തെ ഈ രക്തച്ചൊരിച്ചിലോടെ യുദ്ധ സാഹചര്യം തെളിയുകയായി. ഖുറൈശികൾ പടയണി ശരിയാക്കാൻ ആരംഭിച്ചു. മുസ്ലിങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധമുന്നണിയിൽ വരിയൊപ്പിച്ചു നിർത്തി. വരികൾക്കിടയിലൂടെ നടന്ന് ഓരോ വ്യക്തിയുടെയും കൃത്യതയും ജാഗ്രതയും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറപ്പുവരുത്തി. സവാദ് ബിൻ ഗസിയ റളിയല്ലാഹു അൻഹു അണിയിൽ നിന്ന് അല്പം മുന്നോട്ട് തള്ളി നിൽക്കുന്നത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാനിടയായി. കയ്യിലുള്ള വടികൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ വയറിൽ ഒന്ന് കുത്തിയിട്ട് അവിടുന്ന് പറഞ്ഞു, നേരെ നിൽക്കൂ സവാദ്. പ്രതീക്ഷിക്കാത്ത പ്രതികരണമാണ് സവാദിൽ നിന്നുണ്ടായത്. പ്രവാചകരെ, താങ്കൾ എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു. സത്യവും നീതിയും കൊണ്ട് നിയുക്തനായ വ്യക്തിയാണ് താങ്കൾ. അതിനാൽ പ്രതികാരം ചെയ്യാൻ എന്നെ അനുവദിക്കണം. തന്റെ കുപ്പായം പൊക്കിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നാൽ പ്രതികാരം ചെയ്യൂ സവാദ്. സവാദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വീണ്ടും അപ്രതീക്ഷിത നടപടിയാണുണ്ടായത്. തല താഴ്ത്തി അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ്റത്ത് ചുംബിച്ചു. എന്താണ് സവാദ്, എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അള്ളാഹുവിന്റെ ദൂതരെ, ചുറ്റുപാടുകൾ താങ്കൾ കാണുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ആർക്കറിയാം. താങ്കളോടുള്ള അവസാന ബന്ധം ഒരു ചുംബനത്തിലൂടെയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. സവാദിന്റെ മറുപടി അതായിരുന്നു. ഖുറൈശികളോട് ഏറ്റുമുട്ടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അണിനിരത്തിയ അനുചരന്മാരിൽ 240-ലേറെ പേർ മദീനക്കാരായ അൻസാറുകളായിരുന്നു. മുഹാജിറുകൾ 70-ന് അല്പം മുകളിൽ.
നാടുകളിലും. ഇസ്ലാമിൽ പരമാവധി 4 വർഷം മാത്രം പരിചയമുള്ളവരാണ് അൻസാറുകൾ. ഇസ്ലാം സ്വീകരിച്ച് മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങാതെ സ്വന്തം വീടുകളിൽ സ്വതന്ത്രമായി കഴിയാൻ ഭാഗ്യം സിദ്ധിച്ചവർ. 13 വർഷക്കാലം മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് ബദറിൽ പോരാട്ടത്തിനിറങ്ങിയത് എന്ന ധാരണ ശരിയല്ല. മർദ്ദനങ്ങളിലൂടെ സ്ഫുടം ചെയ്യപ്പെട്ടവരാണ് മുഹാജിറുകൾ എന്ന സങ്കല്പവും അസ്ഥാനത്താണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ പോരാട്ടം തന്നെ തെളിയിക്കുന്നുണ്ട്. അണികളെ ശരിയാക്കിയ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുശ്രിക്കുകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി. അവരുടെ എണ്ണവും വണ്ണവും കണ്ട് ആശങ്ക വർദ്ധിച്ച തിരുമേനി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം കൂടാരത്തിലേക്ക് നീങ്ങി. അതിജീവനത്തിന്റെ സന്ദേശം. കൂടാരത്തിനകത്ത് കയറിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അല്ലാഹുവേ, നിന്റെ ദൂതനെ നിരാകരിക്കാൻ ഖുറൈശികൾ ഇതാ അവരിലെ മുഴുവൻ അഹങ്കാരികളെയും കൊണ്ടുവന്നിരിക്കുന്നു. ആയതിനാൽ നീ വാഗ്ദാനം ചെയ്ത സഹായം ഇപ്പോൾ എനിക്ക് വേണം. അല്ലാഹുവേ, നീ കരാർ പാലിച്ചാലും വാഗ്ദാനം നിറവേറ്റിയാലും ഈ കൊച്ചു സംഘം ഇന്നിവിടെ നശിച്ചു പോയാൽ നിന്നെ ആരാധിക്കാൻ ആരും അവശേഷിക്കുകയില്ല. ദീർഘനേരം ഈ പ്രാർത്ഥന നീണ്ടുനിന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരോവസ്ത്രം നിലത്ത് വീണത് തോളിൽ വെച്ച് കൊടുത്തുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മതി പ്രവാചകരെ, താങ്കളുടെ നാഥൻ താങ്കളെ കൈവിടുകയില്ല. പ്രാർത്ഥനക്കിടയിലുണ്ടായ നേരിയ മയക്കത്തിൽ ദൈവിക സഹായത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സന്തോഷ വാർത്ത കിട്ടി. കൂടാരത്തിൽ നിന്നിറങ്ങി മുന്നണിയിലെത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവൻ തന്നെയാണ് സത്യം. പ്രതിഫലേച്ഛയോടെ പിന്തിരിയാതെ ഉറച്ചു നിന്ന് ശത്രുവിനോട് പോരാടി വീരമൃത്യു വരിക്കുന്നത് ആരോ അവനെ അള്ളാഹു തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതിജീവനത്തിന് അള്ളാഹു കൊടുത്ത മാർഗം അതായിരുന്നു. അനുചരന്മാരെ പോരാട്ടത്തിന് തയ്യാറാക്കി ശത്രുവിനു മുമ്പിൽ അണിനിരത്തിയ ശേഷമാണ് ദൈവദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് നീങ്ങിയത്. യുദ്ധം ഒഴിവാക്കാനായിരുന്നില്ല പ്രാർത്ഥന. യുദ്ധസന്നദ്ധരും എന്നാൽ ദുർബലരുമായ തന്റെ സംഘത്തിന് ദിവ്യ സഹായമെത്തിക്കണം എന്നായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത്. മരണത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുവാനുള്ള പ്രചോദനം ദിവ്യ സന്ദേശത്തിൽ നിന്നും പ്രവാചകർക്ക് ലഭിച്ചു. തിരുമേനി അത് അനുചരന്മാർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. യുദ്ധത്തിൽ മരണപ്പെട്ടവർക്ക് സ്വർഗവും മുസ്ലിം സമൂഹത്തിന് വിജയവും അള്ളാഹു വാഗ്ദാനം നൽകി. മരിക്കാൻ തയ്യാറാകുന്നവർക്കാണ് അതിജീവനം സാധ്യമാവുക എന്ന പൊതുനിയമം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിനും ബാധകമായി. മലക്കുകളാൽ സത്യവിശ്വാസികളുടെ മനസ്സിനും കൈകൾക്കും കരുത്തു പകരുമെന്ന് അതോടൊപ്പം അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സന്തോഷ വാർത്ത നൽകി. ശക്തരുടെ പതനം. ഖുറൈശികളുടെ അണികളിൽ നിന്ന് ഉത്ബത്ത് ബിൻ റബിയ, സഹോദരൻ ഷൈബത്ത് ബിൻ റബിയ, ഉത്ബത്തിന്റെ പുത്രൻ വലീദ് എന്നിവർ മുന്നോട്ടിറങ്ങി മുസ്ലിങ്ങളെ ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിച്ചു. അതോടെ 3 അൻസാരി യോദ്ധാക്കൾ കളത്തിലിറങ്ങി. ഉത്ബത്ത് അവരെ സ്വീകരിച്ചില്ല. അയാൾ പറഞ്ഞു, നിങ്ങളെ ആർക്ക് വേണം? ഞങ്ങൾക്ക് തുല്യരായ ഞങ്ങളുടെ പിതൃവ്യപുത്രന്മാർ ആ കൂട്ടത്തിലുണ്ട് മുഹമ്മദേ. ഞങ്ങൾക്ക് കിടപിടിക്കുന്ന ഞങ്ങളുടെ ആളുകളെ നീ അയക്കുക. തന്നോട് ഏറ്റവും കൂടുതൽ രക്തബന്ധമുള്ളവർ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ടിറക്കി. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു എന്നിവർ ഹംസ റളിയല്ലാഹു അൻഹു ഷൈബത്തിനെയും, അലി റളിയല്ലാഹു അൻഹു വലീദിനെയും, ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഉത്ബത്തിനെയും നേരിട്ടു. അലി റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും തങ്ങളുടെ പ്രതിയോഗികളെ വളരെ വേഗം വകവരുത്തി. ഉത്ബത്തും ഉബൈദത്തും പരസ്പരം മുറിവേൽപ്പിച്ച് മാറി നിന്നു. അലി റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ സഹായത്തിനെത്തി. ഉത്ബത്ത് വെട്ടേറ്റ് വീണു. ഇത് കണ്ടുനിന്ന ഖുറൈശിപ്പട മുന്നോട്ട് കുതിച്ചു. ഉറച്ചുനിന്ന് പോരാടുവാനുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനം യുദ്ധക്കളത്തിൽ മുഴങ്ങി. മുസ്ലിങ്ങൾ ചാടി വീണു. കാരക്ക കടിച്ച് ചവക്കുകയായിരുന്നു ഉമൈർ ബിൻ ഹമാം റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാഹാ, എനിക്കും സ്വർഗത്തിനുമിടയിൽ ഈ കാരക്ക മാത്രമാണ് തടസ്സം. വായിലെ കാരക്ക തുപ്പിക്കളഞ്ഞ് അദ്ദേഹം പടക്കളത്തിലിറങ്ങി പൊരുതി മരിക്കുകയും ചെയ്തു. അഹദ് അഹദ് എന്നുച്ചരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ വാളുവീശി. ഭ്രാന്തമായ ആവേശം പിടിപെട്ട പോലെ അവർ സ്വയം മറന്ന് ഓടി നടന്നു. വിശ്വാസവും മനക്കരുത്തും വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹു ആകാശത്തു നിന്ന് മലക്കുകളെ ഇറക്കി. മനസ്സിലുദ്ദേശിക്കേണ്ട താമസം മുസ്ലിങ്ങളുടെ കൈകൾ പ്രവർത്തിക്കുകയായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധക്കളത്തിൽ നിലയുറപ്പിച്ചു. ഒരു പിടി മണൽ വാരിയെടുത്ത് തിരുമേനി ശത്രുക്കൾക്ക് നേരെ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് നാശം. കയ്യിലുള്ള മണൽ അദ്ദേഹം വീശിയെറിഞ്ഞു.
ഓരോ ശത്രുപടന്റെ കണ്ണിലും തരികൾ വീണ് അസ്വസ്ഥതയുണ്ടാക്കി. വിശുദ്ധ ഖുർആനിന്റെ വരികളിലൂടെ കാണാം, നിന്റെ നാഥൻ മലക്കുകൾക്ക് ബോധനം നൽകിയ സന്ദർഭം നിശ്ചയം. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ആയതിനാൽ വിശ്വാസികളെ നിങ്ങൾ ദൃഢചിത്തരാകുക. നിഷേധികളുടെ ഹൃദയങ്ങളിൽ നാം ഭീതി വിതക്കും. അപ്പോൾ അവരുടെ പിരടികൾക്കുമേതെ നിങ്ങൾ വെട്ടുക. അവരുടെ വിരൽത്തുമ്പുകളൊക്കെയും നിങ്ങൾ വെട്ടിമുറിച്ചു കളയുക. എന്നാൽ നിങ്ങളല്ല അവരെ കൊലപ്പെടുത്തിയത്, അല്ലാഹുവാണ് അവരെ കൊലപ്പെടുത്തിയത്. നീ എറിഞ്ഞപ്പോൾ നീയല്ല എറിഞ്ഞത്, അല്ലാഹുവാണ് എറിഞ്ഞത്. ദ്വന്ദ്വയുദ്ധത്തിൽ മുറിവേറ്റ ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സമീപം കൊണ്ടുവന്നു. തിരുമേനിയുടെ തുടയിൽ അദ്ദേഹത്തിന്റെ തലവെച്ച് കിടത്തി. ശരീരത്തിൽ നിന്ന് രക്തം ചീറ്റി ഒഴുകുന്നുണ്ടായിരുന്നു. ഉബൈദത്ത് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അബൂ താലിബ് പറഞ്ഞുവല്ലോ, ഞങ്ങൾ ഹാഷിം കുടുംബക്കാർ മുഴുവൻ മുഹമ്മദിന് ചുറ്റും മരിച്ചു വീഴുന്നതുവരെ ഞങ്ങൾ അവന് സംരക്ഷണം നൽകുമെന്ന്. ഇപ്പോൾ അയാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അയാൾക്ക് കാണാമായിരുന്നു. അത് പറയാൻ അർഹതയുള്ളത് ഞങ്ങൾക്കാണ് എന്ന കാര്യം. രക്തസാക്ഷിത്വത്തിന്റെ മഹത്തായ ലോകത്തേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകി. സ്വർഗീയ സുഖാനുഭൂതികളുടെ ലോകത്തേക്ക്. യുദ്ധാരംഭത്തിൽ തന്നെ കനത്ത നഷ്ടമാണ് ഖുറൈശികൾക്കുണ്ടായത്. ഉത്ബത്തും ഷൈബത്തും വലീദും മരണമടഞ്ഞത് അവരിൽ ഞെട്ടലുളവാക്കി. ഔന്നിത്യബോധത്തിന്റെ കൊടിമുടിയേറിയ മനസ്സുകൾ താഴോട്ടിറങ്ങാൻ തുടങ്ങി. ലോകത്ത് തങ്ങളെ വെല്ലാൻ ആരുമില്ല എന്ന ധാരണയ്ക്ക് കോട്ടം തട്ടി. പൈശാചിക പ്രേരണയിൽ നിന്ന് അവർ മോചിതരായപ്പോഴേക്കും സമയം വൈകിയിരുന്നു. ദുഷ്ടചെയ്തികൾ ഒരലങ്കാരമായി പിശാച് അവർക്ക് തോന്നിപ്പിച്ച സന്ദർഭം. ജനങ്ങളിൽ നിന്ന് ഒരുത്തനും നിങ്ങളെ ഇന്ന് തോൽപ്പിക്കാനാവില്ല എന്ന് അവൻ പറഞ്ഞു. നിങ്ങളോടൊപ്പം തീർച്ചയായും ഞാനുമുണ്ട്. എന്നാൽ ഇരു സംഘങ്ങളും മുഖാമുഖം കണ്ടപ്പോൾ അവനതാ പിറകോട്ടടിക്കുന്നു. അവൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുമായി ബന്ധമില്ല. നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്. ഞാൻ അല്ലാഹുവെ ഭയപ്പെടുന്നു. ശിക്ഷാ നടപടികളിൽ കാഠിന്യമേറിയവനാണ് അല്ലാഹു. അല്ലാഹു അവന്റെ വാക്കു നിറവേറ്റി. യുദ്ധക്കളത്തിൽ ഖുറൈശികൾക്ക് വീണ്ടും നഷ്ടങ്ങളുണ്ടായി. അവരുടെ പ്രമുഖർ മുഴുവൻ വധിക്കപ്പെട്ടു. അബൂജഹൽ, ഇബ്നു ഇഷാം, ഉമയ്യത്ത് ബിൻ ഖലഫ്, നൗഫൽ ബിൻ ഹുവൈലിദ്, ഹൻളല ഇബ്നു അബൂ സുഫിയാൻ തുടങ്ങി 70-ലധികം ആളുകൾ മരിച്ചു വീണു. യുദ്ധക്കളത്തിൽ നിന്ന് ഖുറൈശികൾ മെല്ലെ മെല്ലെ പിന്മാറി. തലക്കനം ലവലേശമില്ലാതെ അവർ മക്കയിലേക്ക് തിരിഞ്ഞോടി. പുണ്യദേവാലയത്തിന്റെ പരിചാരകരും കാവൽക്കാരുമായിരുന്നു ഖുറൈശികൾ. തീർത്ഥാടകർക്ക് അവർ ഭക്ഷണവും വെള്ളവും താമസ സൗകര്യങ്ങളും നൽകി വന്നിരുന്നു. ആ കാരണത്താൽ തന്നെ അറബികൾക്കിടയിൽ ഉന്നത സ്ഥാനം അവർ നേടിയെടുത്തു. അറബികളുടെ നേതാക്കളായ ഖുറൈശികൾ ആട്യ സംസ്കാരം പുലർത്തി. പൈതൃകാചാരങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും അവർ അതിയായ വില കൽപ്പിച്ചു. കഅബയിൽ അവർ പ്രതിഷ്ഠിച്ച ബിംബങ്ങൾക്ക് മുമ്പിൽ ബലികളും പ്രാർത്ഥനകളും അർപ്പിച്ചിരുന്നു. പുണ്യപുരുഷന്മാർക്ക് ദൈവികത കൽപ്പിച്ച് അവരെ ആരാധനാമൂർത്തികളാക്കി മാറ്റി. ദൈവത്തിന്റെ സ്വന്തം ജനതയാണ് തങ്ങൾ എന്ന് അവർ സ്വയം വിശ്വസിച്ചു. ദൈവിക പ്രീതിയുടെ കാര്യത്തിൽ ദൈവദൂതനോട് പോലും മത്സരിക്കാനുള്ള ധാർഷ്ട്യം അവർക്കുണ്ടായത് അക്കാരണത്താലാണ്. പൂർവ്വപിതാക്കളായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പഠിപ്പിച്ച മതത്തിൽ നിന്ന് വളരെ അകന്നുപോയിരുന്ന അവർ ജീർണതയുടെ ലോകത്ത് വാശി പിടിച്ചു നിന്നു. മുഖ്യധാരാ പരിവേഷവും പൈതൃകങ്ങളും ആചാരങ്ങളും വഴി ദൈവത്തെ പോലും വശത്താക്കാമെന്ന് വിഡ്ഢികൾ ധരിച്ചു വച്ചിട്ടുണ്ടാവും. മക്കയിൽ നിന്ന് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ കഅബയുടെ കില്ല പിടിച്ച് അബൂജഹൽ പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുവേ, ഈ രണ്ടു സൈന്യങ്ങൾക്കിടയിൽ ഔന്നിത്യവും മാന്യതയും സന്മാർഗവും ഉള്ളതിന് നീ സഹായിക്കണം. കുടുംബബന്ധം മുറിച്ചവരെയും പുതിയ മതം സ്വീകരിച്ചവരെയും നീ പരാജയപ്പെടുത്തണം. ദേവദൂതർ നേരിട്ട് കാണിച്ചു കൊടുത്ത മാർഗം അവർക്ക് സന്മാർഗമായി തോന്നിയില്ല. ജീർണതകൾ നിറഞ്ഞ പൂർവാചാരങ്ങളാണ് അവർക്ക് വലുതായി തോന്നിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനുയായികൾക്കും കുടുംബങ്ങളിൽ നിന്ന് അകലേണ്ടി വന്നത് തങ്ങളുടെ പിടിവാശി കാരണമാണെന്ന വസ്തുതയിൽ തൽക്കാലം അവർ മറന്നു. അബൂജഹലിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചിരിക്കണം. യുദ്ധപരാജയത്തിലേക്കും ഖുറൈശികളുടെ ജഡങ്ങൾ പരന്നുകിടക്കുന്ന യുദ്ധക്കളത്തിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ടെന്ന പോലെ അല്ലാഹു അവരോട് പറഞ്ഞു, വിധി നിർണായക വിജയമായിരുന്നു നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ അത് ഇതാ വന്നിരിക്കുന്നു. പിന്മാറുകയാണെങ്കിൽ അതാണു നിങ്ങൾക്ക് നല്ലത്. ശത്രുത നിങ്ങൾ തുടരുകയാണെങ്കിലോ നാമും അത് തുടരും. നിങ്ങളുടെ സൈന്യം അല്പം പോലും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. അതെത്ര തന്നെ അധികമുണ്ടെങ്കിലും ശരി, സത്യവിശ്വാസികളോടൊപ്പമാണ് അല്ലാഹു തീർച്ച. ചരിത്രത്തിന്റെ ആവർത്തനം. അന്ന് രാത്രി
മുസ്ലിങ്ങൾ ജോലി തിരക്കിലായിരുന്നു. ജഡങ്ങൾ മറമാടിയും ബന്ദികൾക്ക് കാവൽ നിന്നും ശത്രുക്കൾ ഉപേക്ഷിച്ചു പോയ വസ്തുവകകൾ ഒരുമിച്ചു കൂട്ടിയും അവർ രാവ് ചെലവഴിച്ചു. മുശ്രിക്കുകളുടെ മൃതദേഹങ്ങൾ ഒരു കിണറ്റിൽ മറമാടവേ അബൂഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ പിതാവ് ഉത്ബത്ത് ബിൻ റബീഅയുടെ ശരീരമെത്തി. അബൂഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ വിളറിയ മുഖം കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, പിതാവിന്റെ കാര്യത്തിൽ താങ്കൾക്ക് വല്ല മാനസിക വിഷമവും തോന്നുന്നുണ്ടോ എന്ന്. ഉബൈദത്ത് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവുമായുണ്ടായ ദ്വന്ദ്വയുദ്ധത്തിൽ മുറിവ് പറ്റിയ ഉത്ബത്തിനെ ഹംസ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും ചേർന്ന് വധിച്ചതാണ്. കൊല നടത്തിയ മുസ്ലിം സഹോദരങ്ങളോട് നീരസമുണ്ടോ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചത്. അബൂഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദൈവദൂതരെ, അല്ലാഹു തന്നെയാണ് സത്യം, മോശമായ ഒരു ചിന്തയും എന്നിലില്ല. പക്ഷേ എന്റെ ഈ പിതാവ് വിവേകമതിയും തന്റേടിയും മനുഷ്യത്വമുള്ളവനുമായിരുന്നു. അക്കാരണത്താൽ തന്നെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഇത്തരമൊരു മരണം ഇദ്ദേഹം ഏറ്റുവാങ്ങിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നിരാശയും ദുഃഖവും തോന്നുന്നു എന്ന് മാത്രം. അബൂഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വസ്ഥമായ ഒരിടത്തിരുന്ന് കാര്യങ്ങൾ മനസ്സാ വിലയിരുത്തി. ഖുറൈശികളോട് താൻ നല്ലതല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല, നന്മയിലേക്ക് മാത്രമാണ് താൻ അവരെ ക്ഷണിച്ചിട്ടുള്ളത്. പാരത്രിക വിജയവും ഭൂമിയിലെ ആധിപത്യവും താൻ അവർക്ക് വാഗ്ദാനം ചെയ്തു. കടുത്ത നിഷേധം മാത്രമാണ് അവരെ ഈ പതനത്തിലെത്തിച്ചത്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നതുവരെ ഇഹത്തിലും പരത്തിലും അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ തനിക്ക് സാധിക്കില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അതവർ ചെയ്താൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ താൻ അവർക്ക് അനുകൂല സാക്ഷിയായി നിലകൊള്ളുമെന്ന് അദ്ദേഹം അവർക്ക് ഉറപ്പു നൽകി. അറബികൾ ഒന്നടങ്കം അവരുടെ പ്രജകളായി മാറുമെന്നും അനറബികൾ അവർക്ക് കീഴടങ്ങുമെന്നും അവിടുന്ന് വാഗ്ദാനം ചെയ്തു. പക്ഷേ പിടിവാശി അവരുടെ ചിന്താശേഷിയെ കീഴടക്കി. ദൈവദൂതനെ അവർ ധിക്കരിച്ചു, താക്കീതുകളെ അവഗണിക്കുകയും ദൈവിക ശിക്ഷാ നടപടികൾക്കായി വെല്ലുവിളി ഉയർത്തുകയും ചെയ്തു. തന്റെ വാക്കുകൾ അല്ലാഹു ഇപ്പോൾ നിറവേറ്റിയിരിക്കുകയാണ്. ദൈവിക വചനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സന്നിവേശിച്ചു. നിഷേധികളുടെ മുഖത്തും മുതുകിലും പ്രഹരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് മലക്കുകൾ അവരുടെ ജീവൻ പിടിച്ചെടുത്ത രംഗം താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ അവർ പറഞ്ഞു, പൊരിയുന്ന ശിക്ഷ നിങ്ങൾ ആസ്വദിക്കുക. സ്വന്തം കൈകൾ ചെയ്തു കൂട്ടിയത് മാത്രമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അടിയാന്മാരോട് അനീതി കാണിക്കുന്നവനല്ല അല്ലാഹു. ഫറോവയുടെയും അവനു മുമ്പ് കടന്നുപോയ ധിക്കാരികളുടെയും പര്യാവസാനം പോലെ ഒന്നു മാത്രം. കുറ്റകൃത്യങ്ങൾ കാരണം അല്ലാഹു അവരെ പിടികൂടി. അതിശക്തനും ശിക്ഷാ നടപടികളിൽ കാഠിന്യമേറിയവനുമാണ് അല്ലാഹു. വിശുദ്ധ ഖുർആനിന്റെ വരികളിലൂടെ നമുക്ക് കാണാൻ കഴിയും, ഒരു ജനതയ്ക്കും താൻ നൽകിയ അനുഗ്രഹങ്ങൾ അല്ലാഹു മാറ്റിമറിക്കുകയില്ല. അവർ സ്വയം അട്ടിമറികൾ നടത്തുന്നതുവരെ. എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് അല്ലാഹു. ഫറോവയുടെയും അവനു മുമ്പ് കടന്നുപോയ ധിക്കാരികളുടെയും പര്യവസാനം പോലെ ഒന്ന്. തങ്ങളുടെ നാഥന്റെ ലക്ഷ്യങ്ങളും വചനങ്ങളും കളവാണെന്നവർ ആരോപിച്ചു. കുറ്റകൃത്യങ്ങളിൽ നിരതരായിരിക്കെ നാം അവരെ നശിപ്പിച്ചു. ഫറോവ കൂട്ടത്തെ മുഴുവൻ നാം മുക്കിക്കൊന്നു. അക്രമികളായിരുന്നു അവർ മുഴുവനും. ഖുറൈശികളുടെ പതനത്തിന്റെ നീതിശാസ്ത്രം ഈ വചനങ്ങളിലൂടെ അനാവരണം ചെയ്യപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മെല്ലെ എഴുന്നേറ്റ് ശത്രുക്കളെ മറമാടിയ കിണറിനു സമീപം ചെന്നു. അതിനകത്തുള്ളവരെ അവരുടെ പിതാക്കളുടെ പേര് ചേർത്ത് ഉറക്കെ വിളിച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം ബദറിന്റെ താഴ്വരയിൽ മുഴങ്ങി. നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് സത്യമായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? എന്റെ നാഥൻ എനിക്ക് നൽകിയ വാഗ്ദാനം സത്യമായി പുലർന്നിരിക്കുന്നു. നിങ്ങളുടെ ദേവന്മാർ വല്ല സഹായവും നിങ്ങൾക്ക് നൽകിയോ? യുദ്ധത്തടവുകാരെ താമസിപ്പിച്ച സ്ഥലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിച്ചു. 70 പേരെയും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറി മാറി നോക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ അവസാനം നളർ ഇബ്നു ഹാരിസിന്റെ മുഖത്ത് ഉടക്കി നിന്നു. തന്റെ പ്രാണൻ നഷ്ടപ്പെടുകയാണ് എന്ന് നളറിന് തോന്നി. മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചവരിൽ പ്രധാനിയാണ് നളർ. രൂക്ഷമായ പരിഹാസമായിരുന്നു അയാൾ അഴിച്ചുവിട്ടിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനത്തോട് സംസാരിക്കുമ്പോൾ നളർ ഇടപെടും. ചില പേർഷ്യൻ പോരാട്ട കാവ്യങ്ങൾ ആലപിച്ച് അയാൾ ഖുർആനോട് മത്സരിക്കാൻ ശ്രമിക്കും. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധുവായിരുന്നു നളർ.
ശുപാർശയ്ക്ക് വേണ്ടി അയാൾ മിസ്ഹബിനെ സമീപിച്ചു. അദ്ദേഹം ഒഴിഞ്ഞുമാറി. നെലർ കൊല്ലപ്പെടുമെന്ന സംസാരം അയാളെ തടവുകാരനായി പിടിച്ച മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു കേൾക്കാനിടയായി. നല്ല വില വാങ്ങി നെലറിനെ വിട്ടയക്കാമെന്ന് കണക്കുകൂട്ടലായിരുന്നു മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നെലർ എന്റെ തടവുകാരനാണ്. അതിനു മറുപടി എന്ന പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം ഉയർന്നു, നെലർ ഇബ്നു ഹാരിസിന്റെ തല വെട്ടുക. ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്തും തടവിൽ വധിക്കപ്പെട്ടു. മക്കയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ തുണിയിട്ട് മുറുക്കി കൊല്ലാൻ ശ്രമിച്ച വ്യക്തിയാണ് ഉഖ്ബത്ത്. കൊലക്ക് വിധിച്ചപ്പോൾ ഉഖ്ബത്ത് അട്ടഹസിച്ച് കരഞ്ഞു. എന്റെ മക്കൾക്ക് അപ്പോൾ ആരാണുണ്ടാവുക മുഹമ്മദേ? അയാൾ ചോദിച്ചു. നരകം എന്നായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. കാരുണ്യം അർഹിക്കുന്നവർക്ക് കാരുണ്യവും കാഠിന്യം അർഹിക്കുന്നവർക്ക് കാഠിന്യവും നൽകാനുള്ള സാമൂഹികാവബോധം പ്രകടിപ്പിക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രതികരണങ്ങൾ. ഹൈസമാൻ ഇബ്നു അബ്ദുള്ള കൊണ്ടുവന്ന പരാജയ വാർത്ത മക്കക്കാർ ആദ്യം വിശ്വസിച്ചില്ല. മാനസിക വിഭ്രാന്തിയിൽ അയാൾ എന്തോ വിളിച്ചു പറയുകയാണെന്ന് അവർ ധരിച്ചു. പക്ഷേ സമചിത്തതയോടെ ഹൈസമാൻ കാര്യങ്ങൾ വിവരിച്ചപ്പോൾ യാഥാർത്ഥ്യം അവരുടെ മുന്നിൽ പണമുയർത്തി. മക്ക അടിമേൽ മറിക്കപ്പെടുന്നത് പോലെ അവർക്ക് തോന്നി. സ്ത്രീകൾ ആർത്തു കരഞ്ഞു, തലമുടി പിഴുതെറിഞ്ഞു. കൊല്ലപ്പെട്ടവരുടെ സ്മരണകൾ ഉയർത്താൻ അവരുടെ ഒട്ടകങ്ങളെയോ കുതിരകളെയോ കൊണ്ടുവന്ന് അതിനു ചുറ്റും അവർ അലമുറയിട്ട് നടന്നു. മാനസികാഘാതം മൂലം അബൂലഹബിന് പനി പിടിച്ചു. 7 ദിവസങ്ങൾക്കകം അയാൾ മരണമടയുകയും ചെയ്തു. പ്രതികാരത്തിനു വേണ്ടി വ്യത്യസ്തങ്ങളായ ശപഥങ്ങളുണ്ടായി. യുദ്ധത്തിന് കാരണമായ കച്ചവടയാത്രയിലെ ലാഭവിഹിതം തിരിച്ചടി ശ്രമത്തിന് നീക്കിവെക്കാൻ അഭിപ്രായ സമന്വതയുണ്ടാക്കാനായി ഏറെ പണിപ്പെടേണ്ടി വന്നില്ല. ദുഃഖാചരണം 1 മാസം മാത്രം മതിയെന്ന് അവർ തീരുമാനിച്ചു. വിജയവാർത്തയറിഞ്ഞ് മദീനയിലെ മുസ്ലിങ്ങൾ അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ ഉയർത്തി. അകം നിറഞ്ഞ സന്തോഷത്തിന്റെ സമയത്തും പരിധിവിട്ട പ്രകടനങ്ങൾ അവർ നടത്തിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി റുഖിയ റളിയല്ലാഹു അൻഹായുടെ മരണമുണ്ടാക്കിയ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷം മാത്രമായിരുന്നില്ല അതിനു കാരണം. വിജയവാർത്ത അവരിൽ ഉയർത്തിയ ദൈവസ്മരണയും കൃതജ്ഞതാബോധവും സന്തോഷപ്രകടനത്തെ അപ്രസക്തമാക്കിയിരിക്കണം. മദീനയിലെ ജൂതന്മാർക്കും കപടവിശ്വാസികൾക്കും താങ്ങാനാവാത്തതായിരുന്നു ഈ വാർത്ത. വിജയവൃത്താന്തവുമായി മുസ്ലിം സംഘത്തിനു മുമ്പേ മദീനയിലെത്തിയ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവും നുണ പറയുകയാണെന്ന് വിശ്വസിക്കാനാണ് അവർ ശ്രമിച്ചത്. സെയ്ദിനും അബ്ദുള്ളക്കും യുദ്ധപരാജയത്താൽ സമനില തെറ്റിയിരിക്കുകയാണെന്ന് അവർ പ്രചരിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖസ്വ എന്ന ഒട്ടകപ്പുറത്താണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു വന്നത്. മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു, മുസ്ലിങ്ങൾ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. മുഹമ്മദ് ജയിച്ചിരുന്നുവെങ്കിൽ അയാളെയും കൊണ്ടാണ് ഈ ഒട്ടകം വരേണ്ടത്. സമനില തെറ്റിയവരുടെ പിച്ചുപിഴിയും മാത്രമാണ് ഇവർ പറയുന്നത്. ജൂതന്മാരും കപടവിശ്വാസികളും സംഭവത്തെ വിലയിരുത്തിയത് ഇപ്രകാരമായിരുന്നു. കഅബ് ബിൻ അഷ്റഫ് പറഞ്ഞു, ഇവർ വെറും വായാടികളാണ്. ഇവരീ പറയുന്ന ഖുറൈശി നേതാക്കളെയൊക്കെ മുസ്ലിങ്ങൾ കൊല്ലുന്ന ദിവസം ഭൂമി അടിമേൽ മറിയും. അധികം താമസിയാതെ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടു. ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരു കപടവിശ്വാസിയെ കയറി പിടിച്ച് ഭീഷണിപ്പെടുത്തി. നീ കളവ് പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വരട്ടെ, നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ല. മുസ്ലിങ്ങൾക്കിടയിൽ തങ്ങൾ നിന്ദിതരും നിസാരന്മാരുമായി മാറിയെന്ന് ബഹുദൈവ ആരാധകരിലും ജൂതന്മാരിലും തോന്നലുണ്ടായി. അവരിൽ ഒരാൾ പറഞ്ഞു, ശ്രേഷ്ഠ ജനങ്ങളും ജനനേതാക്കളും അറബികളുടെ രാജാക്കന്മാരും സമാധാനത്തിന്റെ വാഹകരും വധിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ ഉൾവശമാണ് ഇനി നമുക്ക് ഉത്തമം. മുസ്ലിങ്ങളെ കുറിച്ച് ജൂതന്മാർക്കിടയിൽ ഭയം വർദ്ധിക്കാൻ ബദർ യുദ്ധ വിജയം കാരണമായി. അസൂയയും വിദ്വേഷവും അവർ മറച്ചുവെച്ചില്ല. ആത്മവിശ്വാസം അധികരിച്ച മുസ്ലിങ്ങളും വിട്ടുകൊടുത്തില്ല. ചെറുതും വലുതുമായ ഉരസലുകളും ഏറ്റുമുട്ടലുകളും തുടരെ ഉണ്ടായി. ഉടമ്പടികൾ കാറ്റിൽ പറത്തി ബനു സുലൈം ഗോത്രക്കാർ മുസ്ലിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ബദറിൽ നിന്ന് മടങ്ങിയെത്തി 8-ാം ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കെതിരെ പട നയിച്ചു. മുസ്ലിം സൈന്യം 3 രാത്രികൾ വരെ അവിടെ തങ്ങിയെങ്കിലും എതിരിടാൻ തുനിയാതെ ജൂതന്മാർ പലായനം ചെയ്യുകയാണുണ്ടായത്. വളർത്തുമൃഗങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെ മുസ്ലിങ്ങൾക്ക് കൈവന്നു.
മുസ്ലിങ്ങൾക്കെതിരെ ജനത്തെ പ്രകോപിപ്പിക്കൽ തൊഴിലാക്കിയ വ്യക്തിയായിരുന്നു പട്ടുവൃദ്ധനായ അബു അഫ്ക. ഇസ്ലാമിനെതിരെ ഗാനങ്ങൾ എഴുതി പ്രചരിപ്പിച്ചിരുന്ന ഈ ജൂതൻ പല അനിഷ്ട സംഭവങ്ങൾക്കും കാരണക്കാരനായിരുന്നു. ഇയാളുടെ ഉപദ്രവം തീർക്കാൻ സാലിം ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു സ്വയം സന്നദ്ധനായി. തന്റെ വീട്ടുമുറ്റത്ത് കിടക്കുകയായിരുന്ന അബു അഫ്കയെ സാലിം ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഒരു അർദ്ധരാത്രിയിൽ വാളിനിരയാക്കി. അസ്മാ ബിൻ മർവാൻ എന്ന ഒരു കവിയത്രിയും ഇതുപോലെ വധിക്കപ്പെട്ടു. ജൂതന്മാരെ ഭയപ്പെട്ട് ഇസ്ലാമിലേക്ക് കടന്നുവരാൻ മടിച്ചിരുന്ന പലർക്കും ഈ സംഭവങ്ങൾ വിശ്വാസ പ്രഖ്യാപനത്തിന് ധൈര്യം നൽകി. ബദർ യുദ്ധം കഴിഞ്ഞ് ഒരു മാസം തികയുന്നതിനു മുമ്പ് മദീനയിലെ അതിശക്തരായ ബനു ഖൈനുഖാ എന്ന ജൂതഗോത്രവുമായി മുസ്ലിങ്ങൾക്ക് ഏറ്റുമുട്ടേണ്ടി വന്നു. ഖൈനുഖാവുകാരുടെ അങ്ങാടിയിൽ ആഭരണം പണിയിക്കാൻ ചെന്ന ഒരു മുസ്ലിം വനിതയെ ജൂതന്മാർ അപമാനിച്ചു. അവരുടെ വസ്ത്രധാരണമാണ് ജൂതന്മാർക്ക് രസിക്കാതിരുന്നത്. ഒരാൾ ആ സ്ത്രീ അറിയാതെ അവരുടെ വസ്ത്രത്തിന്റെ ഒരറ്റം ആണിയിൽ ഉടക്കിയിട്ടു. അവർ എഴുന്നേറ്റപ്പോൾ വസ്ത്രം പൊങ്ങി നഗ്നത പുറത്തു കണ്ടു. ജൂതന്മാർ ആർത്തു ചിരിച്ചു. ആ സ്ത്രീ ഉറക്കെ നിലവിളിച്ചു. കണ്ടുനിന്ന ഒരു മുസ്ലിം സഹോദരൻ ആഭരണ വ്യാപാരിയുടെ മേൽ ചാടി വീണ് അയാളെ കൊലപ്പെടുത്തി. അവിടെ വെച്ച് തന്നെ ജൂതന്മാർ ആ മുസ്ലിം സഹോദരനെയും കഥ കഴിച്ചു. തുടർന്ന് മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ സംഘട്ടനമുണ്ടായി. പരസ്പര കരാറിനെ മാനിച്ച് ശത്രുത ഒഴിവാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാരോട് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ഖുറൈശികളുടെ അനുഭവം നിങ്ങൾക്കുണ്ടാകുമെന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മുന്നറിയിപ്പ് നൽകി. ജൂതന്മാർ ആ മുന്നറിയിപ്പിനെ പുച്ഛിച്ചു തള്ളി. യുദ്ധത്തിന്റെ ബാലപാഠമറിയാത്തവരുമായി ഏറ്റുമുട്ടി ജയിച്ചെന്ന് കരുതി വഞ്ചിതരാവേണ്ട. ഞങ്ങളോട് ഏറ്റുമുട്ടിയാൽ ചുണക്കുട്ടികൾ ആരെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ജൂതന്മാരുടെ പ്രതികരണം അതായിരുന്നു. 15 ദിവസം മുസ്ലിങ്ങൾ അവരെ ഉപരോധിച്ചു. ഭീതിക്കടിമപ്പെട്ട ബനു ഖുറൈളക്കാർ ഒത്തുതീർപ്പിന് തയ്യാറാവുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ നാടുകടത്തുകയും ചെയ്തു. മദീനയിൽ ഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്ന കപടവിശ്വാസികളെയും ജൂതന്മാരെയും ഒരു പരിധിവരെ ഒതുക്കാൻ ബദർ യുദ്ധ വിജയവും അനുബന്ധ സംഭവങ്ങളും ഉപകരിച്ചു. മദീനയുടെ രാഷ്ട്രീയ ഏകീകരണത്തിന് ഈ സംഭവങ്ങൾ ഏറെ സഹായകമായി. സാമുദായിക സ്വഭാവം മാത്രമുള്ള ഇത്തരം സംഭവങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കാളിയായത് ശ്രദ്ധേയമാണ്. കാരുണ്യവും കാഠിന്യവും. യുദ്ധത്തിൽ ബന്ധിതരാക്കപ്പെട്ട 70 ഖുറൈശികളുടെ കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരോട് കൂടിയാലോചിച്ചു. വീരശൂര പരാക്രമികളും വാഗ്മികളും കവികളും തടവുകാരുടെ കൂട്ടത്തിലുണ്ട്. ബദറിലെ പരാജയവും ബന്ധനത്തിന്റെ അപമാനവും അവരുടെ ശത്രുതയും വിദ്വേഷവും വർദ്ധിപ്പിച്ചിരിക്കാം. നഷ്ടപരിഹാരം വാങ്ങി വിട്ടയച്ചാൽ അവർ അപകടം വിതക്കും. അവരെ വധിച്ചാൽ ഖുറൈശികൾ രണ്ടും കൽപ്പിച്ച് യുദ്ധത്തിനൊരുങ്ങും. വെറുതെ വിട്ടാൽ ശത്രുതയ്ക്ക് ശാന്തതയുണ്ടാവാൻ ഇടയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ വീക്ഷണം വിശദീകരിച്ചു. തിരുദൂതരെ, എന്റെ മാതാപിതാക്കളെക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവനാണ് താങ്കൾ. ബന്ധനസ്ഥരിൽ നമ്മുടെ പിതാക്കളും പിതൃവ്യരും മക്കളും സഹോദരങ്ങളും പിതൃവ്യ പുത്രരുമുണ്ട്. അവരിൽ ഏറ്റവും അകന്ന വ്യക്തി പോലും ഒരു അടുത്ത ബന്ധുവാണ്. അള്ളാഹു അവരെ താങ്കൾക്ക് കീഴടക്കി തന്നിരിക്കുന്നു. ആയതിനാൽ അവരോട് കാരുണ്യം കാണിച്ചാലും അള്ളാഹു താങ്കളിൽ അനുഗ്രഹം ചൊരിയും. അല്ലെങ്കിൽ നഷ്ടപരിഹാരം വാങ്ങി അവരെ നമുക്ക് വിട്ടയക്കാം. താങ്കൾ മൂലം അവരെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് വരാം. നഷ്ടപരിഹാരത്തുക മുസ്ലിങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറും. അവരുടെ ഹൃദയങ്ങൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തേക്കാം. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഹൃദയം തുറന്നു. ദേവദൂതരെ, അള്ളാഹുവിന്റെ ശത്രുക്കളാണ് ഇവർ. താങ്കളെ ഇവർ നിഷേധിച്ചു, ഉപദ്രവിച്ചു, വധിക്കാൻ ശ്രമിച്ചു, നാട്ടിൽ നിന്ന് പുറത്താക്കി. താങ്കളോട് ഇവർ യുദ്ധം ചെയ്തു, വഴികേടിന് നേതൃത്വം കൊടുത്തു. ഇവരുടെ തലകൾ നമുക്ക് കൊയ്യാം. ഇസ്ലാമിന് ശക്തി നേടാനും ബഹുദൈവത്വം ബലഹീനമാക്കാനും ഇത് സഹായകമാകും. എന്റെ ഒരു ബന്ധു ആ കൂട്ടത്തിലുണ്ട്. അവന്റെ തല ഞാൻ എടുക്കാം. അബ്ബാസുബിനും അബ്ദുൽ മുത്തലിബിനെ ഹംസ റളിയല്ലാഹു അൻഹു വധിക്കട്ടെ. മുശ്രിക്കുകളോട് നമുക്ക് അശേഷം സ്നേഹമില്ലെന്ന് ജനമറിയട്ടെ. ബന്ധനസ്ഥർ താങ്കൾക്ക് ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. തികച്ചും വിരുദ്ധമായ അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത്. തീരുമാനമെടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസപ്പെട്ടു. തിരുമേനി സ്വന്തം മുറിയിലേക്ക് പോയി. അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ജനം 2 ചേരിയായിരിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അനുകൂലിക്കുന്നവരും ഉമർ റളിയല്ലാഹു അൻഹുവിനെ അനുകൂലിക്കുന്നവരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ജനമധ്യേ കാര്യങ്ങൾ വിലയിരുത്തി. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ചില ഹൃദയങ്ങളെ അള്ളാഹു സൗമ്യമാക്കിയിരിക്കുന്നു.
പാലിനേക്കാൾ മൃദുലമായിരിക്കും അവ. ചില ഹൃദയങ്ങളെ അല്ലാഹു കല്ലിനേക്കാൾ കഠിനമാക്കുന്നു. അബൂബക്കർ മീകായിലിനെ പോലെയാണ്. ദൈവാനുഗ്രഹങ്ങളും പാപമോചനവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിവരുന്ന മീകായിൽ എന്ന മലക്കിനെ പോലെ. പ്രവാചകന്മാരിൽ അബൂബക്കറിന് സാമ്യം ഇബ്രാഹിം നബിയോടാണ്. സ്വന്തം ജനതയോട് ഏറ്റവും ദയയോടെ അദ്ദേഹം പെരുമാറി. അവർ അദ്ദേഹത്തെ നിഷേധിക്കുകയും തീയിലെറിയാനൊരുങ്ങുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഛേ, നിങ്ങളെന്താണ് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത്? ചിന്തിക്കുന്നില്ലേ നിങ്ങൾ? എന്റെ നാഥ, തീർച്ചയായും വിഗ്രഹങ്ങളോടുള്ള താല്പര്യം മനുഷ്യനെ വല്ലാതെ നേർവഴി വിട്ടകറ്റിയിരിക്കുന്നു. ആയതിനാൽ എന്നെ ആര് അനുഗമിച്ചുവോ അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവൻ. ആരെങ്കിലും ധിക്കരിച്ചാൽ അല്ലാഹുവേ, നീ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണല്ലോ. ഈസാ നബി അലൈഹിസ്സലാമിനോടും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സാമ്യതയുണ്ട്. തന്റെ സമുദായത്തെക്കുറിച്ച് ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, നീ അവരെ സൃഷ്ടിക്കുന്ന പക്ഷം നിശ്ചയമായും നിന്റെ അടിമകളാണവർ. അവർക്ക് നീ മാപ്പ് കൊടുക്കുകയാണെങ്കിലോ പ്രതാപശാലിയും യുക്തിമാനുമാണ് നീ. മലക്കുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലെയാണ് ഉമർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ശത്രുക്കൾക്ക് ദൈവകോപവും താക്കീതുമായാണ് ജിബ്രീൽ വരാറുള്ളത്. പ്രവാചകരുടെ കൂട്ടത്തിൽ നൂഹ് നബി അലൈഹിസ്സലാമിനോടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് സാദൃശ്യം. അദ്ദേഹം പറഞ്ഞു, നാഥ, ഭൂമുഖത്ത് നിഷേധികളുടെ ഒറ്റ വീട് പോലും നീ ബാക്കി വെക്കരുത്. മൂസ അലൈഹിസ്സലാമിനോടും ഉമർ റളിയല്ലാഹു അൻഹുവിന് സാമ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞു, നാഥ, അവരുടെ സമ്പത്ത് നീ നശിപ്പിക്കണം. വേദനയേറിയ ശിക്ഷ കാണുന്നതുവരെ അവർ വിശ്വസിക്കുകയില്ല. സമന്വയം അസാധ്യമായ രണ്ട് അഭിപ്രായങ്ങളിൽ ഒന്നിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്ഷേപിച്ചിട്ടില്ല. രണ്ടിലും തിരുമേനി നന്മ ദർശിച്ചു. മലക്കുകളോടും മുൻ പ്രവാചകന്മാരോടും അവയെ ബന്ധിപ്പിച്ചു. ഒടുവിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അവിടുന്ന് സ്വീകരിച്ചു. ബന്ദികളെ നഷ്ടപരിഹാരം വാങ്ങി വിട്ടയക്കാൻ തീരുമാനമുണ്ടായി. നഷ്ടപരിഹാര തുക നൽകി മോചനം വേണ്ട എന്ന് ഖുറൈശികൾ തീരുമാനമെടുത്തെങ്കിലും കുടുംബങ്ങളെ പിടിച്ചു നിർത്താൻ അവർക്ക് സാധിച്ചില്ല. പലരും മദീനയിലെത്തി സ്വന്തക്കാരെ മോചിപ്പിച്ചു. 4000 ദിർഹം വരെ മോചനദ്രവ്യം നൽകിയവരുണ്ട്. പണമില്ലാത്തത് കാരണം തടവിൽ അവശേഷിച്ചവരും ഒടുവിൽ മോചിതരായി. മദീനയിലെ 10 കുട്ടികളെയെങ്കിലും എഴുത്തും വായനയും പഠിപ്പിക്കണമെന്ന വ്യവസ്ഥയിലായിരുന്നു അവരുടെ മോചനം. തടവുകാരുടെ മോചനം പൂർത്തിയായതോടെ ആ നിലപാടിനെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു ദൈവിക വചനം അവതീർണമായി. ഭൂമിയിൽ ശക്തി നേടുന്നതുവരെ യുദ്ധത്തടവുകാരുണ്ടായിരിക്കൽ പ്രവാചകന് യോജിച്ചതായില്ല. ഇഹലോകത്തെ ക്ഷണികമായ നേട്ടമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു ആകട്ടെ പരലോകത്തെയും ഉദ്ദേശിക്കുന്നു. പ്രതാപിയും തന്ത്രജ്ഞനുമാണ് അല്ലാഹു. ഇതിനിടെ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ചെന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കരയുകയായിരുന്നു. കാരണം അന്വേഷിച്ചപ്പോൾ ഈ ഖുർആൻ വചനം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കേൾപ്പിച്ചു. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശിക്ഷ ഇതാ ഈ വൃക്ഷത്തേക്കാൾ അടുത്തു നിൽക്കുന്നതായി ഞാൻ കാണുന്നു. ബന്ധനസ്ഥരുടെ കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിപ്രായ രൂപീകരണം നടത്തിയപ്പോൾ വ്യക്തവും ലളിതവും നിഷ്കളങ്കവുമായ അഭിപ്രായമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ചത്. മനുഷ്യത്വവും കാരുണ്യവും അതിൽ പ്രകടമായിരുന്നു. പക്ഷേ ദൈവിക നിലപാട് അതിനോട് യോജിക്കുന്നതായിരുന്നില്ല. നന്മ തിന്മകളുടെ അന്തിമ തീരുമാനം അല്ലാഹുവിനാണ്. മനുഷ്യ മനസാക്ഷി പോലും ചിലപ്പോൾ അവനെ വഞ്ചിക്കാനിടയുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ വരികളിലൂടെ നമുക്ക് കാണാം, ഒരു കാര്യം നിങ്ങൾക്ക് ഗുണകരമായിരിക്കെ നിങ്ങൾ അത് വെറുത്തേക്കാം, മറ്റൊരു കാര്യം ഉപദ്രവകരമായിരിക്കെ നിങ്ങൾ അത് ഇഷ്ടപ്പെടുകയും ചെയ്തേക്കാം. അല്ലാഹു വസ്തുതകൾ അറിയുന്നു, നിങ്ങളാകട്ടെ അറിവുള്ളവരേ അല്ല.